وأنتم مسلمون بسم الله الرحمن الرحيم إياك نعبد وإياك نستعين ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അൽ ഇസ്ലാഹ് റേഡിയോയിലൂടെയും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ കോഴിക്കോട് നമ്മുടെ സമ്മേളനത്തിന് മറുപടി എന്നോണം സംഘടിപ്പിച്ചിട്ടുള്ള, നമ്മളിൽ നിന്നും യഥാർത്ഥത്തിൽ പിരിഞ്ഞുപോയ നമ്മുടെ സഹോദരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ ഏറ്റവും അപകടകരമായ, ദൗർഭാഗ്യകരമായ പരാമർശങ്ങളും അതുപോലെയുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളും നടത്താൻ ശ്രമിച്ചുവെങ്കിലും സംസാരം ശ്രവിക്കുന്നവർക്ക് തന്നെ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമാകുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. സമ്മേളനത്തിന് വൈകുന്നേരം മുതൽ ഒരു ചെറിയ നിരാശ നമ്മുടെ കഴിഞ്ഞുപോയ നേതാക്കന്മാരുടെ മുഖത്ത് കാണാമായിരുന്നു. ഉദ്ഘാടനം നടത്തുന്നതിന് മുമ്പ് തന്നെ അബ്ദുറഹ്മാൻ സലഫിയുടെ പുതിയ അഡ്ഹോക്കിന്റെ പ്രസിഡന്റിനെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടി വന്നു. കാരണം ഉദ്ഘാടന സമയത്ത് ഫോട്ടോ എടുത്താൽ സദസ്സ് വളരെ ദയനീയമായതുകൊണ്ട് തന്നെ ആവണം ആദ്യം അബ്ദുറഹ്മാൻ സലഫിയുടെ യുവജന കോക്കസിന്റെ പ്രസിഡന്റിനെ പ്രസംഗിപ്പിക്കുകയും ശേഷം അത്യാവശ്യം ആളുകൾ എത്തി എന്ന് തോന്നുന്ന ഒരു അവസ്ഥ എത്തിയപ്പോൾ മാത്രമാണ് ടി.പി. അബ്ദുള്ള കോയ മദനി, മുൻ KNM സംസ്ഥാന പ്രസിഡന്റ്, സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നത്. നമ്മുടെ സമ്മേളനവും ഇപ്പോൾ നടന്ന സമ്മേളനവും ആൾബലം നമുക്ക് ഒരു മാനദണ്ഡമല്ല എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ആൾബലത്തെക്കുറിച്ച് വലിയ സംസാരങ്ങൾ ഇന്ന് കടപ്പുറത്ത് നടന്നതുകൊണ്ട് മാത്രം പറയട്ടെ, ആ രണ്ട് സമ്മേളനങ്ങളും കണ്ടവർക്ക് ദയനീയമായ നമ്മളുടെ കോക്കസുകാരുടെ സ്ഥിതി ഇന്ന് വ്യക്തമാകുമായിരുന്നു. അവരുടെ പരിപാടിയിൽ മാത്രം പോയവർ, അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരാൾക്കൂട്ടമായി തോന്നാമെങ്കിലും നമ്മുടെ പരിപാടി അല്പമെങ്കിലും കണ്ടിട്ടുള്ള ആളുകൾക്ക് ആ കാര്യം ബോധ്യമാകും. സമ്മേളനത്തിൽ ബഹുമാന്യനായ ടി.പി. അബ്ദുള്ള കോയ മദനി ഇന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു പരാമർശം നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ ആരംഭിക്കുന്നത്. ദുർബലമായ തെളിവുകൾ പ്രമാണമായി ഉദ്ധരിക്കുന്ന ആളുകളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ബഹുമാന്യനായ ടി.പി. നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യം, ദുർബലമായ ഏത് തെളിവാണ് മുജാഹിദുകൾ പ്രമാണമായി ഉദ്ധരിക്കുന്നത്, എവിടെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ വിവാദമായിരിക്കുന്ന യാ ഇബാദല്ലാ അയ്നൂനി എന്ന് പറയുന്ന ആ ലഈഫായ ഹദീസ്, അത് ലഈഫാണ് എന്ന് 2004 ഇപ്പോൾ വിവാദ പുരുഷനായി കോക്കസുകാർ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സക്കരിയ സ്വലാഹി മണ്ണാർക്കാട് വെച്ച് വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, എന്തുകൊണ്ട് ആ ഹദീസ് ദുർബലമാണ് എന്നത് മണ്ണാർക്കാട് വെച്ചും പിന്നീട് ഈ വിവാദം കത്തിപ്പടരുമ്പോൾ കോഴിക്കോട് വെച്ചും സമസ്തക്കാർക്ക് മറുപടി പറയാൻ കോക്കസുകാർക്ക് സമയമില്ലാത്തൊരവസ്ഥ നമ്മൾ കണ്ടതാണ്. ആ തിരക്കിനിടയിലും സക്കരിയ സ്വലാഹി കോഴിക്കോട്ട് വെച്ചും എന്തുകൊണ്ടാണ് ആ ഹദീസ് ദുർബലമായത് എന്ന് അതിന്റെ സനദ് ഉദ്ധരിച്ചുകൊണ്ട്, അതിന്റെ അപാകത ഉദ്ധരിച്ചുകൊണ്ട് തെളിയിച്ചതാണ്. അതുകൊണ്ട് ഒരു വലിയ സമ്മേളന വേദി സംഘടിപ്പിച്ചു നമ്മുടെ ആളുകളുടെ, അവരുടെ മനസ്സനുസരിച്ച് ഒരു വലിയ സമ്മേളനം അവരെ സംബന്ധിച്ചിടത്തോളം. ആ വേദിയിൽ വെച്ചാണ് ഒരു അവാസ്തവമായ കാര്യം, അയഥാർത്ഥമായ കാര്യം, ഒരു കള്ളം ബഹുമാന്യനായ ടി.പി. പറഞ്ഞത്. ഏത് ദുർബലമായ തെളിവാണ് ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ യഥാർത്ഥ ആദർശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടി.പി.യുടെ ഭാഷയിൽ പ്രസ്ഥാനത്തിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഏത് ദുർബലമായ തെളിവാണ്, എവിടെയാണ് ഉദ്ധരിച്ചത് എന്ന് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത ടി.പി.ക്കുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇവിടുത്തെ പത്രങ്ങള് ജിന്നുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ വിഷയങ്ങളിൽ യഥാർത്ഥ മുജാഹിദുകളെ എതിർക്കുന്നുണ്ടെന്നും മാത്രമല്ല സുന്നികൾ പോലും കോക്കസിനോട് സഹകരിക്കുന്നുണ്ട് എന്നതിൽ സന്തോഷമുണ്ടത്രേ. അത് വളരെ ശരിയാണ്. സുന്നികൾ പോലും ഇപ്പോൾ അവരോട് സഹകരിക്കുന്നുണ്ട്. ഇത്രയും കാലം നമ്മൾ മനസ്സിലാക്കിയതുപോലെ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ പ്രസംഗിച്ച പ്രസംഗം നമ്മളിൽ പലരും കേട്ടിരിക്കും. ജിന്ന ഭൗതികമാണ് എന്നാണ് അവരുടെ വാദം. അബ്ദുസ്സലാം സുല്ലമി 2002 പിരിഞ്ഞുപോയ ഉടനെ 2 വർഷം കഴിഞ്ഞ് 2004 മണ്ണാർക്കാട് സംവാദം നടന്നപ്പോൾ അദ്ദേഹവും പറഞ്ഞു ജിന്ന് അഭൗതികമാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു, എഴുതി, പ്രചരിപ്പിച്ചു, ജിന്നും മലക്കും നമുക്ക് അദൃശ്യമാണെങ്കിലും
അവയെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ളതെന്നോ ബുദ്ധിയും വകതിരുമുള്ളവർ പറയുകയില്ല. അന്നും ഇന്നും എന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് അതാണ്. ഇന്നിതാ ടി.പി. പറയുന്നു, അന്നും ഇന്നും എന്നുമുള്ള നിലപാടിൽ നിന്നും ഞാൻ മാറിയിരിക്കുന്നു. സമസ്തക്കാർ പോലും അദ്ദേഹത്തെ ഈ വിഷയത്തിൽ സഹായിക്കാം, അവർ പോലും സഹകരിക്കുമെന്നാണ് ഇന്ന് ബഹുമാനനായ ടി.പി. കോഴിക്കോട്ട് വെച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ നമുക്കറിയാം, അവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള പുതിയൊരു കമ്മിറ്റി, മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പള്ളി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തകരെ പുറത്താക്കി. ആർക്കാണ് ബഹുമാന്യനായ ടി.പിയും അതുപോലെയുള്ള ആളുകളും ആർക്കാണ് അവിടെ പള്ളി ഏൽപ്പിച്ചു കൊടുത്തത്? തിരുവനന്തപുരം ഭാഗത്ത് മടവൂർ വിഭാഗത്ത് ഒരു പള്ളി ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ഥലം അന്വേഷിച്ച് നടന്ന ഹുസൈൻ മടവൂരുമായി ചർച്ച നടത്തിയതിന്റെ പേരിൽ KNM-ന് പരാതി പോയ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ഒരു സഹോദരനെയാണ് അഡ്ഹോക്കിന്റെ സെക്രട്ടറിയായി നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ മടവൂർ വിഭാഗത്തിന്റെ സംസ്ഥാന നേതാവ് ഹുസൈൻ മടവൂരുമായി ചർച്ച നടത്തിയ, മടവൂർ വിഭാഗത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് ഒരു സ്ഥലം അന്വേഷിച്ച അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞ വ്യക്തിയെ തിരുവനന്തപുരത്തെ മുജാഹിദുകളുടെ നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ, സലഫി സെന്ററിന്റെ നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ മുജാഹിദുകൾ സ്വാഭാവികമായും ധാർമ്മികമായി പ്രതികരിച്ചു. ആ പ്രതികരിച്ച ആളുകളെ കുറിച്ച് ടി.പി. അബ്ദുള്ള കോയ മദനി, KNM-ന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, ഇന്ന് കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് പറഞ്ഞത് പോക്കിരികൾ എന്നാണ്, ഗുണ്ടകൾ എന്നാണ്, അവിടെ അവർ കൂത്താടി എന്നാണ്, പോക്കിരിത്തം കാണിച്ചു എന്നാണ്. ആരാണിത് പറയുന്നത്? മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം, മഹത്തായ ഒരു ആദർശത്തിന്റെ പാരമ്പര്യം ഉണ്ട് എന്ന് അവിടെ അവകാശപ്പെട്ടുവെങ്കിലും ആ വേദിയിൽ വെച്ചാണ് ഇത്തരം പദപ്രയോഗങ്ങൾ ആരെക്കുറിച്ച്? ഇന്നും നമുക്കറിയാം, തിരുവനന്തപുരത്ത് സലഫി സെന്ററിൽ നമസ്കരിക്കാൻ ആരാണുള്ളത്? അവിടുത്തെ കാര്യങ്ങൾ നടത്താൻ ആരാണുള്ളത്? അവിടുത്തെ പ്രവർത്തകർ ആരാണ്? ആ പ്രവർത്തകരെ കുറിച്ച് ടി.പി. വരുമ്പോൾ പോയി കൈകൊടുത്ത് സലാം പറഞ്ഞ തിരുവനന്തപുരത്തെ ISM-ന്റെയും MSM-ന്റെയും KNM-ന്റെയും പ്രവർത്തകരെ കുറിച്ചാണ് ഒരു സന്ദർഭം വന്ന സന്ദർഭത്തിൽ താൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു അഡ്ഹോക്കിന്റെ ഭാരവാഹി, ആ ഭാരവാഹി മടവൂരുമായി ചർച്ച നടത്തിയതിന്റെ പേരിൽ, മടവൂർ വിഭാഗത്തിൽ ഒരു സ്ഥലം അന്വേഷിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരിക്കലും ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം ഏൽപ്പിക്കാൻ സാധ്യമല്ല. ഇന്ന് തിരുവനന്തപുരത്തിൽ നമ്മുടെ പ്രവർത്തകർ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ എതിർത്ത നമ്മുടെ പ്രവർത്തകരെ കുറിച്ച് ഇന്ന് ഗുണ്ടകൾ എന്ന പദപ്രയോഗം ടി.പി. പറയുമ്പോൾ, പോക്കിരികൾ എന്ന പദപ്രയോഗം ടി.പി. പറയുമ്പോൾ, നോക്കൂ, താങ്കൾക്ക് എന്തൊരു ചേഞ്ചാണ് പറ്റിയിട്ടുള്ളത്. മഹത്തായ ചേഞ്ച് അങ്ങേക്ക് പറ്റിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. മാത്രമല്ല, ആ പള്ളിയിൽ അവിടെ തടിച്ചുകൂടിയത് ആരായിരുന്നു? ടി.പി. പറയണം, സംസ്ഥാനത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ പോയവരല്ല, മറിച്ച് പലരും ആ വിഷയമുണ്ടായപ്പോൾ അന്വേഷിക്കാൻ പോയി എന്നല്ലാതെ തിരുവനന്തപുരം ജില്ലയിലെ മുജാഹിദ് പ്രവർത്തകരാണ്. തിരുവനന്തപുരത്തെ തങ്ങളുടെ കരളിന്റെ കഷ്ടമായ ആദർശ സംരക്ഷണത്തിന് വേണ്ടി തങ്ങളുടെ കയ്യിലുള്ള ആ സ്ഥാപനം കൈവിട്ടു പോകുമോ? അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തൊരു വ്യക്തി മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തകർ തന്നെ പുറന്തള്ളിയിട്ടുള്ള, നേരത്തെ അദ്ദേഹം ഭാരവാഹിയായിരുന്നല്ലോ, പുറന്തള്ളിയിട്ടുള്ള ആ വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിൽ മനംനൊന്ത് പ്രവർത്തകർ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. ശരിയാണ്, ആ സ്ഥാപനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ കാര്യം അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, പത്രക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഒരു കക്ഷിയായി തിരുവനന്തപുരത്തെ മീഡിയ, തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഭരണാധികാരികൾ കണ്ടിട്ടുണ്ട്. കാണാതിരിക്കാൻ കഴിയില്ല ടി.പി. കാരണം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തത് ഹുസൈൻ മടവൂരുമായി ചർച്ച നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ സ്ഥാപനം ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. എങ്കിൽ ആ സ്ഥാപനം പിടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ അവിടെ എത്തിയത് എന്നാണ് ടി.പിയുടെ വാദമെങ്കിൽ എന്തിനായിരുന്നു കഴിഞ്ഞ ദിവസം ഇരിക്കൂറിലേക്ക് ഒരു സ്ഥാപനവും പിടിക്കാൻ ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞ, കുഴപ്പമുണ്ടാക്കാൻ ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞ ടി.പി എന്തിനായിരുന്നു ഇരിക്കൂറിലേക്ക് കണ്ണൂർ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ആളുകളെ അയച്ചത്? അവിടെ സാധാരണ ഖുത്ബ പറയുന്ന ആ സ്ഥാപനം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന KNM-ന്റെ യൂണിറ്റ് സെക്രട്ടറി മുജീബുള്ള അൻസാരി ഖുത്ബ പറയേണ്ടതാണ് എന്ന് അവിടെയുള്ള എല്ലാവർക്കും ബോധ്യമായതാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന അഡ്ഹോക്ക്, ആ അഡ്ഹോക്കിന് നിലനിൽപ്പില്ല. കാരണം അഡ്ഹോക്ക് തെരഞ്ഞെടുത്ത ബോഡി, ആ ബോഡി തെരഞ്ഞെടുക്കാൻ കാരണമായി തീർന്ന 23 സംസ്ഥാന കൗൺസിലർമാരെ
കോഴിക്കോട് സൗത്ത് ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട TP അടക്കമുള്ള കൗൺസിലർമാർ അവരുടെ തെരഞ്ഞെടുപ്പ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് മുൻസിഫ് കോടതി വിധി പ്രഖ്യാപിച്ചു. ആ വിധി അംഗീകരിച്ചു എന്നതിന്റെ അടയാളമാണ് കോടതി പോലും പറയാതെ ചുളുവിലൊരു തെരഞ്ഞെടുപ്പ് കളി സൗത്ത് ജില്ലയിൽ നടത്തുകയും പ്രാഥമിക അംഗത്തിൽ നിന്നും പോലും പുറത്താക്കപ്പെട്ടവർക്ക് പോലും കത്ത് നൽകിയതിന്റെ അടിസ്ഥാനം എന്താ? ഞങ്ങൾക്ക് യാതൊരു നടപടിയും എടുക്കാൻ അവകാശമില്ല, യാതൊരു നയപരമായ തീരുമാനങ്ങളും എടുക്കാൻ അവകാശമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. ആ കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല, കരുവന്തുരുത്തി എന്ന് പറയുന്നത് ബഹുമാന്യനായ TPയുടെ തൊട്ടടുത്ത പ്രദേശമല്ലേ? ആ പ്രദേശത്ത് വന്ന വിധി എന്തായിരുന്നു? അവിടെ പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന മടവൂർ വിഭാഗമായിരുന്നു, എന്നാൽ രജിസ്ട്രേഷൻ KNMന്റെ പേരിലുമായിരുന്നു. അവിടെ കോടതി അവസാനം ഹൈക്കോടതി വിധിച്ചത് KNMന്റേതാണെങ്കിലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ മുന്നോട്ട് പോവുകയും ഒറിജിനൽ വിധി വരുമ്പോഴാണ് അത് പരിഗണിക്കേണ്ടത്. എല്ലാ അർത്ഥത്തിലും ഇരിക്കൂറിലെ പള്ളി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന KNM യൂണിറ്റ് കമ്മിറ്റി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ബോധ്യമായതാണ്. അങ്ങനെ അവിടെ സ്വതന്ത്രമായി കൃത്യമായ രൂപത്തിൽ ഇരിക്കൂറിലെ മുജാഹിദുകളുടെ ഖുത്ബ കഴിഞ്ഞ ആഴ്ചയിൽ നടക്കുമെന്ന് കണ്ടപ്പോൾ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് 50ഓളം വരുന്ന പ്രവർത്തകർ അവിടെ എത്തി. എന്തിനായിരുന്നു കണ്ണൂരിൽ നിന്ന്, ചാലാട് നിന്ന്, വാരത്ത് നിന്ന്, ശ്രീകണ്ഠാപുരത്ത്, ഇരിട്ടിയിൽ നിന്ന് ആ ഇരിക്കൂറിലേക്ക് ആളുകളെ കൊണ്ടുപോയത് എന്ന് ബഹുമാന്യനായ TP അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ മുജീബുള്ളയെ തടഞ്ഞു, പകരം സലീം ഹംദാനിയെ കയറ്റാൻ നോക്കി. സലീം ഹംദാനി വാരത്ത് വെച്ച് പ്രസംഗിച്ചത്, അദ്ദേഹത്തിന്റെ ഖുത്ബയിൽ പറഞ്ഞത് പള്ളിയുടെ പവിത്രതയായിരുന്നു, പള്ളി പിടിച്ചെടുക്കുന്നതിന്റെ ഗൗരവമായിരുന്നു. എന്നാൽ അതേ വ്യക്തിയെ നമ്മൾ കാണുന്നത് ഇരിക്കൂറിൽ കുഴപ്പമുണ്ടാകാൻ പോയ അവസ്ഥയിലായിരുന്നു. ഈ രംഗം നോക്കി നിന്ന ഇരിക്കൂറിലെ പോലീസുകാർ സലീം ഹംദാനിയെ പിടിച്ച് പോലീസ് വാനിലേക്ക് കൊണ്ടുപോയി. എന്തുകൊണ്ട് ആ മിമ്പറിന്റെ മോളിലേക്ക് കയറാൻ ശ്രമിച്ച മുജീബുള്ളയെ പോലീസ് പിടിച്ചില്ല? പോലീസുകാർക്ക് പോലും അറിയാം കുഴപ്പമുണ്ടാക്കാൻ വന്നത് ആരാണ് എന്ന്. അപ്പോൾ TP എന്തൊരു വലിയ കള്ളമാണ് ഇന്ന് ആ വേദിയിൽ വെച്ച് നിങ്ങൾ പറഞ്ഞത് എന്നത് ഒരിക്കലും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ISM എന്ന് പറയുന്നത് KNMന്റെ കീഴിലുള്ളതാണെന്നും അതിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ലെന്നും അതുകൊണ്ട് തന്നെ അത് KNM പറഞ്ഞതുപോലെ കേൾക്കണം. ശരിയാണ്, വളരെ ശരിയാണ്. ആദർശപരമായി ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ KNM എന്തു പറഞ്ഞാലും അത് ISM അനുസരിക്കണം, യാതൊരു പ്രശ്നവുമില്ല. ആ കൂട്ടത്തിൽ TP ഒരു ചോദ്യം ചോദിച്ചു, ISMനെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ISMനെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. TP ഉണ്ട്. നിങ്ങളിപ്പോൾ അതേ സംസാരത്തിൽ പറഞ്ഞല്ലോ, ജീർണതകളെ തിരിച്ചു കൊണ്ടുവരുന്നവർക്കെതിരെ യോജിപ്പ് വേണം. ഏതൊരു അപശബ്ദം അതിനെതിരെ ഉണ്ടായാലും അതെ ചോറുന്നവർക്ക് മനസ്സിലായി മടവൂരികളുമായുള്ള ഐക്യമാണ് അങ്ങ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി. എങ്കിൽ ആരുമായി ഐക്യപ്പെടാൻ വേണ്ടിയാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ആ മടവൂർ വിഭാഗം ISMനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതറിയാഞ്ഞിട്ടല്ല നിങ്ങൾ ചോദിച്ചത് ISMനെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന്. അങ്ങ് പറഞ്ഞു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. ഇവിടെ ജിന്നുകളോട് സഹായം തേടാമെന്നാണ് പറയുന്നത്. ജിന്നുകളോട് സഹായം തേടിയാൽ ഷിർക്കാവുകയില്ല എന്നാണ് പറയുന്നത്. തൊട്ടു ബാക്കിലിരിക്കുന്ന ഹനീഫ് കായക്കൊടിയോടൊന്ന് സംസാരിക്കാമായിരുന്നു. ഹനീഫ് കായക്കൊടിയും ഫൈസൽ മുസ്ലിയാരും കൂടി സംയുക്തമായി നിങ്ങൾ വൈസ് പ്രസിഡന്റായ KJUവിന്റെ മുമ്പിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചിരുന്നു. ആ പ്രബന്ധത്തിൽ എന്താണ് ഹനീഫ് കായക്കൊടി എഴുതി വെച്ചത്? ജിന്നിനോടുള്ള എല്ലാ സഹായത്തോട്ടവും ഷിർക്കാണ് എന്നാണോ? അല്ല, ഷിർക്കിലേക്ക് എത്തുന്നതും ഉണ്ട് എന്നാണ്. ഹനീഫ് കായക്കൊടി അത് എഴുതിയിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? തിരുവനന്തപുരത്ത് മുജാഹിദ് ചുണക്കുട്ടികൾ ചോദ്യം ചെയ്തപ്പോൾ എന്താണ് കായക്കൊടി പറഞ്ഞത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് സക്കരിയ സ്വലാഹിക്ക് വാദമില്ല, ജിന്നുകളോട് സഹായം തേടാമെന്ന് സക്കരിയ സ്വലാഹിക്ക് വാദമില്ല. സക്കരിയ സ്വലാഹിയുടെ അപകടം പിടിച്ച വാദം എന്ന് പറയുന്നത് ഹാജരായ ഒരു ജിന്നിനോട് ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ TP പറയുന്നത് കേൾക്കണോ അതോ കായക്കുടി പറഞ്ഞത് കേൾക്കണോ? എന്തിനാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിയത്? ഇതേ ആയത്ത് മടവൂർ വിഭാഗം KNMനെതിരെ ഓതിയപ്പോൾ അനസ് മൗലവി സംസാരിച്ച സംസാരം ഇൻഷാ അല്ലാഹ് അല്പസമയത്തിന് ശേഷം നമുക്ക് കേൾപ്പിക്കാം. TP ഈ സമ്മേളന വേദിയിൽ വെച്ച് പറഞ്ഞ സഹിക്കാൻ കഴിയാത്ത മറ്റൊരാരോപണം ഉറുക്കും ഐക്കല്ലും തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കുകയില്ല. TP ആരാണ് ഇവിടെ ഉറുക്കിനെ ന്യായീകരിച്ച് സംസാരിച്ചത്? ആരാണ് ഐക്കലിനെ ന്യായീകരിച്ച് സംസാരിച്ചത്? ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പോലും
കേരള സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്ന് QHLS ക്ലാസുകളിൽ, CRE ക്ലാസുകളിൽ, വിവിധ ഖുതുബകളിൽ ഉറുക്ക് കെട്ടിയാൽ അത് ശിർക്കാണ് എന്ന ഹദീസ്, ഐക്കലിനെതിരെയുള്ള ഹദീസ് ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുണ്ട് എന്നത് ഒരുപക്ഷേ തിരക്കിനിടയിൽ ഒരു പ്രസംഗം പോലും കേൾക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട് അങ്ങ് കേട്ടിരിക്കുകയില്ല. അങ്ങ് പറഞ്ഞ ആ വാക്കില്ലേ, ഉറുക്കും ഐക്കല്ലും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് അന്യായമായി നിങ്ങൾ പുറത്തു നിർത്തിയ ആളുകൾ ഈ വാക്ക് നാളെ പരലോകത്ത് വരും, ആ വാക്കിന് മറുപടി പറയേണ്ടി വരും എന്ന് ഓർക്കുന്നത്, മരണത്തിന് മുമ്പ് അത് ഓർക്കുന്നത് നല്ലതാണ്. TP ഇന്ന് കിടന്നുറങ്ങുമ്പോൾ അങ്ങൊന്ന് ചിന്തിക്കുക. TP ഉറങ്ങിയിട്ടില്ലെങ്കിൽ ആളുകൾ വിളിച്ചു പറഞ്ഞു കൊടുക്കുക, ആരാണ് ഇവിടെ ഉറുക്കിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞത്? ആരാണ് ഐക്കല്ല് അനുവദനീയമാണെന്ന് ഏത് മുജാഹിദാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്? അത് പറയാൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അദ്ദേഹം തീർച്ചയായും ബാധ്യസ്ഥനാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, സത്യധാരക്ക് TP അബ്ദുള്ള കോയ മദനി കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞത്, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ട്, ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന് പറയുന്ന ആളുകളാണ് ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പുറത്തു നിൽക്കുന്നത് എന്നാണ്. മാത്രമല്ല, മറ്റൊരു കാര്യവും കൂടി ആ അഭിമുഖത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്തായിരുന്നു അത്? യാ ഇബാദല്ലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ തന്നെ എനിക്ക് KJU നിലപാടല്ല ഉള്ളത്. 1971 ഉമർ മൗലവി പറഞ്ഞ നിലപാട്, ഉമർ മൗലവി സൽസബീലിൽ പാലത്തിന്റേത് സത്യപ്പെടുത്തി കൊണ്ടുപറഞ്ഞ നിലപാട്, അതേപോലെ തന്നെ 2004 KJUവിന് വേണ്ടി സക്കരിയ സുലാഹി പറഞ്ഞ നിലപാട്, KP മുഹമ്മദ് മൗലവി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഷബാബിൽ വന്ന നിലപാട്, ആ നിലപാടല്ല എനിക്കുള്ളത്. യാ ഇബാദല്ല എന്ന് പറയുന്ന അവിടെ ശിർക്കുണ്ട്, അഥവാ ജിന്നിനോട് സഹായം തേടൽ, എല്ലാ സഹായം തേടൽ ശിർക്ക് തന്നെ എന്നാണ് എന്റെ വാദമെന്ന് അബ്ദുസ്സലാം സുല്ലമിക്ക് ശക്തി പകർന്നുകൊണ്ട് പറയുമ്പോൾ അങ്ങ് KJUവിനെ വഞ്ചിക്കുകയായിരുന്നു. ഉമർ മൗലവിയുടെ നിലപാടിനെ തള്ളുന്ന ഒരു മനസ്സുമായിട്ടാണ് KJUവിന്റെ വൈസ് പ്രസിഡന്റായി അങ്ങ് തുടർന്നത് എന്ന കാര്യം ഒരിക്കലും മറന്നുപോകരുത്. കോഴിക്കോട്ട് കടപ്പുറത്ത് ഇന്ന് സംഭവിച്ചിട്ടുള്ള മറ്റൊരു മഹത്തായ ഒരു തമാശ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. എന്താണ് വെല്ലുവിളി? ഫൈസൽ മുസ്ലിയാർ അദ്ദേഹം ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് കേരളത്തിലുടനീളം പ്രചരിപ്പിക്കുകയാണ്. അൻആമിലെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറഞ്ഞതാരാ? കോയിച്ചിന സംവാദം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം. ആ സന്ദർഭത്തിൽ കോഴിച്ചിന സംവാദത്തിൽ വെച്ച് ഈ ആയത്ത് ഉദ്ധരിച്ച സന്ദർഭം, അത് വിശദീകരിച്ച സന്ദർഭം ഒന്നിലധികം തവണ ഞാൻ മനസ്സിലാക്കുന്നു, നാലോളം പ്രാവശ്യം അതുമായി ബന്ധപ്പെട്ട് ഖുർത്തുബി ഇന്ന് കോഴിക്കോട്ട് സംസാരിച്ച ഹനീഫ് കായക്കൊടിയുടെ നേരെ, അതേപോലെ തന്നെ ഹൈംസ ബാക്കവിയുടെ നേരെ നീട്ടിയിട്ടുണ്ട്, വാങ്ങിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? ഫൈസൽ മുസ്ലിയാർ പറഞ്ഞെടുത്ത് ദുർവ്യാഖ്യാനമുണ്ടെങ്കിൽ അത് പറയാനുള്ള അവസരം ഇതാ എന്ന് പറഞ്ഞ് നീട്ടിയിട്ട് മിണ്ടാതിരിക്കുകയും, സംവാദം അതിൽ തങ്ങൾ പരാജയപ്പെട്ടു, ഇനി പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയാൽ പുറത്തിറങ്ങി ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ സന്ദർഭം അത് അബ്ദുറഹ്മാൻ സലഫിയും TP അബ്ദുള്ള കോയ മദനിയും ഒക്കെ ഏറ്റെടുത്ത് മഞ്ചേരിയിൽ വെച്ച് പ്രത്യേകം ഒരു സമ്മേളനം വിളിച്ചു പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത്? മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഇപ്പോൾ കോക്കസായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരിൽ ഏറ്റവും വിവരമുള്ള ആളെയാണല്ലോ നിങ്ങൾ ഇതിന് പറഞ്ഞയച്ചത്. കാരണം ഹനീഫ് കായക്കൊടി കിതാബ് എടുത്തു കൊടുക്കാനാണ് അവിടെ വന്നത്, ഹംസവാക്കവി കിതാബ് എടുത്തു കൊടുക്കാൻ അവിടെ വന്നത്. അവർക്ക് 3 പേർക്കും ഇത് ദുർവ്യാഖ്യാനമാണെന്ന് സംവാദം നടക്കുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല. എങ്കിൽ ഇനി അവിടെ ബാക്കിയുള്ളത് അബ്ദുറഹ്മാൻ സലഫിയാണ്. ആ അബ്ദുറഹ്മാൻ സലഫിയുമായി ഞാനൊരു സംവാദത്തിന് തയ്യാറാണ് എന്ന് വെറുതെ വെല്ലുവിളിച്ചതല്ല. അബ്ദുറഹ്മാൻ സലഫി ഇന്ന് പോലും പറഞ്ഞത് അവിടെ ദുർവ്യാഖ്യാനം നടന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ദുർവ്യാഖ്യാനം നടന്നു എന്ന് ഉറപ്പുണ്ട് എന്ന് അബ്ദുറഹ്മാൻ സലഫി പോലും പറയുമ്പോൾ ആരെയാണ് ഇവിടെ വെല്ലുവിളിക്കാൻ ബാക്കിയുള്ളത്? അബ്ദുറഹ്മാൻ സലഫിയെ മാത്രമാണ്. ആഹ്വാനത്തിൽ തന്നെയുണ്ട്. അനസ് മൗലവി പറഞ്ഞത് മനം കുളിർക്കെ നമ്മൾ കേട്ടു, ആ വെല്ലുവിളി ഏറ്റെടുത്തത് മനം കുളിർന്നിട്ടില്ല. ആ ക്ലിപ്പ് കേട്ടാൽ മനസ്സിലാകും. അദ്ദേഹം ഏറ്റെടുത്തു, ഞാനിതാ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് വ്യവസ്ഥ എഴുതുന്നതിന് വേണ്ടി അടുത്ത 5-ാം തീയതിക്ക് മുമ്പുള്ള ഒരു ഡേറ്റ് അറിയിക്കണം. ആ ഡേറ്റ് അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി അബ്ദുറഹ്മാൻ സലഫി സംവാദത്തിന് തയ്യാറായല്ലോ, ഉടൻ തന്നെ ഡേറ്റ് കൊടുക്കാം എന്ന് ആലോചിക്കുമ്പോൾ അടുത്ത വരുന്നത് വ്യവസ്ഥ എഴുതാനും
സംവാദത്തിനും. ഞാനോ സംഘടന നിശ്ചയിക്കുന്ന ആളോ വരും, ബഹുമാനപ്പെട്ട ഞാനോ അതോ എന്റെ ശിഷ്യന്മാരോ വരും. അപ്പോൾ ഞാനില്ല. എന്തുകൊണ്ടില്ല? എന്നിട്ട് മാത്രമല്ല പറയുന്നത്, നിങ്ങൾ വെല്ലുവിളിക്കേണ്ടത് KJU-വിനെ അല്ലേ എന്നാണ്. KJU-വിൽപ്പെട്ട രണ്ടുപേരാണ്, KJU-വിൽപ്പെട്ട ആളുകളാണ് അപ്പുറത്തും ഇപ്പുറത്തും കോയിച്ചനയിൽ സംവാദം നടത്തിയത്. അത് ഒപ്പിട്ട കടലാസ് എടുത്തു നോക്കൂ. KNM-നെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഫൈസൽ മുസ്ലിയാരും ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്ന ചാരൻ എന്ന് വെറുതെ പറയുകയല്ല. 3/2/2013 ജാമിയ സലഫിയയിൽ നമ്മുടെ കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ ഗൾഫിൽ പോയ സന്ദർഭം നോക്കി അഹമ്മദ് മദനിയുടെ നിയന്ത്രണത്തിൽ MM മദനി ഉദ്ഘാടനം ചെയ്ത അറബിക് കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആ പരിപാടിയിൽ വെച്ച് KM മൗലവിയുടെ ഫത്വയെ നാസർ സുല്ലമി തള്ളി. ബഹുമാന്യനായ PN-ന്റെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനങ്ങളെ തള്ളി. അത് നിഷേധിക്കാൻ സാധ്യമല്ല. നിഷേധിച്ചാൽ അറബിക് കോളേജ് കുട്ടികൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ പുറത്താക്കുമെന്ന് ആദ്യമേ പറഞ്ഞ് പേടിപ്പിക്കേണ്ടതില്ല. അത് ജനങ്ങളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാ പറഞ്ഞത് ചാരൻ. KNM-ന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഒന്നാമത്തെ സംസ്ഥാന പ്രസിഡന്റ് KM മൗലവിയെ തള്ളി. അതുകൊണ്ടാണ് ചാരൻ എന്നതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ അത്. അപ്പോൾ ആ കാര്യം അദ്ദേഹം പറയാ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഫൈസൽ മുസ്ലിയാരെ വിളിച്ചു പറയാം, ഞാൻ റെഡി. സംവാദം നടക്കുമ്പോ ഇത് ദുർവ്യാഖ്യാനമാണെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആള് വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞ് ഞാൻ റെഡി. അത് മനസ്സിലായി, സലഫിക്ക് വേണ്ടി വിളിച്ചതാണ് എന്ന് മനസ്സിലായി. പിന്നെ എന്റെ ശിഷ്യന്മാര് മതി എന്നാണ് ഇന്ന് പറഞ്ഞത്. ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി, നിങ്ങൾ ഈ പദം മുമ്പും പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? അങ്ങ് മഞ്ചേരിയിൽ വെച്ച് പറഞ്ഞു, സക്കരിയ സ്വലാഹി, നിങ്ങൾ അദ്ദേഹത്തിന്റെ വായ മൂടിക്കെട്ടി കേരളത്തിലുടനീളം ആദർശ വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ശിർക്ക് ആരോപിച്ചപ്പോ അവസാനം ഗത്യന്തരമില്ലാതെ അദ്ദേഹം മഞ്ചേരിയിൽ അത് വിശദീകരണം നടത്തി. അതിന്റെ മറുപടിയിൽ എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഇനി മുതൽ സക്കരിയ സ്വലാഹിക്ക് മറുപടി പറയാൻ എന്റെ ശിഷ്യന്മാരുടെ ശിഷ്യൻ മതി. പക്ഷെ അതിനുശേഷമുള്ള ഓരോ പരിപാടി എടുത്തു നോക്കൂ, ഒരു ശിഷ്യനും പറയാൻ സാധിച്ചില്ല. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ സാജിദ് തുരങ്ങാടി എന്ന ഞങ്ങളുടെ ദാഇ അവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ 1.5 മണിക്കൂർ സമയം സാജിദിന്റെ മറുപടി പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചത് TP അബ്ദുള്ള കോയ മദനിയാണ്. അത് അബ്ദുറഹ്മാൻ സലഫിയുടെ ശിഷ്യനാണോ TP? ശിഷ്യന്റെ ശിഷ്യനാണോ TP? അങ്ങ് നിങ്ങൾ തുറന്നു പറയണം. അപ്പോൾ ഞങ്ങളുടെ ഒരു സാധാരണ പ്രബോധകന് പോലും മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ ശിഷ്യന്റെ ശിഷ്യൻ പോയിട്ട് എല്ലാവരും വാവിളിച്ച് നോക്കുകയല്ലാതെ ഈ ദുർവ്യാഖ്യാനങ്ങൾ പറയാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് നാം പ്രത്യേകം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് സക്കരിയ സ്വലാഹി വരട്ടെ, അതുപോലെയുള്ള പിന്നെ ഹുസൈൻ സലഫി വരട്ടെ, PN വരട്ടെ, ഇവിടെ ഇതൊക്കെ ആലോചിച്ച് ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. ആ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറഞ്ഞത് തെളിയിക്കാൻ സാധ്യമാണെങ്കിൽ നാസർ സുല്ലമിയുടെ പരിപാടിയിൽ ആ കാര്യം അനീഫ് കായക്കൊടി പറഞ്ഞിട്ടില്ല. ഈ അനീഫ് കായക്കൊടിയെയും കൊണ്ടാണോ നിങ്ങൾ വ്യവസ്ഥക്ക് വരാമെന്ന് വിചാരിക്കുന്നത്? ഹംസ ബാക്കവി പറഞ്ഞിട്ടില്ല. അത് തിരക്കിനിടയിൽ പറയാതായി പോയതല്ല, മറിച്ച് ഖുർത്തുബി നിങ്ങളിലേക്ക് വെച്ച് നീട്ടിയിട്ടുണ്ട്. എന്നിട്ടും പറഞ്ഞിട്ടില്ല ദുർവ്യാഖ്യാനമാണെന്ന്. അതങ്ങ് വായിച്ചു കൊടുത്താൽ പോരായിരുന്നോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, സംവാദത്തിൽ വരാൻ പേടിയുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ മതി. നിങ്ങൾ കൂടുതൽ വഷളായി കഴിഞ്ഞു. ഇന്ന് കടപ്പുറത്ത് വെച്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രസംഗത്തിന്റെ പൂർണ്ണഭാഗം കേട്ടപ്പോൾ ഞാനില്ല, എനിക്ക് പേടിയാണ് എന്ന് ആ ഏറ്റെടുത്ത സംസാരത്തിൽ തന്നെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനോ പിന്നെ അവിടെ നിർത്തി. അപ്പോ ഞാനോ സംഘടന നിശ്ചയിക്കുന്ന ആളോ? അപ്പൊ സംഘടന ആരാന്ന് മനസ്സിലായല്ലോ? ബഹുമാനപ്പെട്ട ഞാൻ തന്നെ. അവസാനം ഞാനില്ല, എന്നേക്കാൾ വലിയ പണ്ഡിതന്മാരുണ്ടാകും. സലഫി തയ്യാറാകണം. എല്ലാവരും സലഫിയെ പറയുന്നു.
പാവമായിട്ടല്ല സലഫി അത് പറയുന്നത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രതി പുറത്തു വന്നു, സൂത്രപ്പണിക്കാരൻ പുറത്തു വന്നു. അത് മുജാഹിദുകൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ വെല്ലുവിളി. അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ സംസാരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കോഴിക്കോട്ട് കടപ്പുറത്ത് നടന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പരിചയമുള്ള ആരെങ്കിലും മുജാഹിദുകളുടെ പരിപാടിയാണെന്ന് ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വളരെ വിഷമിച്ച് തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥയിലാണ് പദപ്രയോഗങ്ങളും മറ്റും വൈകുന്നേരം മുതൽ ഉണ്ടായത് എന്നത് വിഷമത്തോടുകൂടി മാത്രം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നസീഹത്തോടുകൂടി ദേഷ്യവും വാശിയുമില്ലാതെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കാണേണ്ടത് എന്ന് നമ്മളെ തന്നെ ഓർപ്പിച്ചുകൊണ്ടിരിക്കണം. സഹോദരങ്ങളെ, ഇന്ന് കോഴിക്കോട്ട് കടപ്പുറത്ത് ഒരു വ്യക്തിപരമായ ആക്ഷേപത്തിന് അവർ വിധേയരാക്കിയത് ബഹുമാന്യനായ ഹുസൈൻ സലഫിയെ ആയിരുന്നു. ഹുസൈൻ സലഫിയെ കുറിച്ച് ഇന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷേപം, ആ ആക്ഷേപം എന്ന് പറയുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ അതേ ആക്ഷേപമാണ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടും. എന്താണോ നാദാപുരത്ത് വെച്ച് സംവാദത്തിൽ തോറ്റമ്പിയപ്പോൾ ആ പേരോടിന് പറയാനുണ്ടായിരുന്നത്, പേരോട് ഹുസൈൻ സലഫിയുടെ താടിയിലേക്ക് കയറി പിടിച്ചു. അദ്ദേഹത്തെ കുറിച്ച് പാട്ടുമൗലവി എന്ന് പറഞ്ഞു. അതെ, ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാകും. ആ ശൈലി മാറ്റാൻ ആർക്കും സാധ്യമല്ല. ആ ശൈലിയെ ആക്രമിച്ചുകൊണ്ട് പറയുന്ന വാചകം നിങ്ങളൊന്ന് കേൾക്കുക. ആ വെല്ലുവിളിയെ തുടർന്നുകൊണ്ട് അതിനെ പാടിപ്പറഞ്ഞ് വെല്ലുവിളിക്ക് അവസാന പാടിയ പാട്ടുകാരുടെ ആ പാട്ടൊക്കെ തന്നെ അവജ്ഞയോടെ ഇസ്ലാഹി കേരളം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മുമ്പ് പാട്ട് പാടുന്നത് കേൾക്കാൻ ഓടിക്കൂടിയിരുന്ന ആളുകളുടെ പകുതി പോലും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഈ കടപ്പുറത്ത് ഇത് മാസം അപ്പൊ സഹോദരങ്ങളെ, അബ്ദുറഹ്മാൻ സലഫിയുടെ വാചകങ്ങളാണിത്. അതെ, പാട്ടുമൗലവി. ചോദിക്കട്ടെ സഹോദര അബ്ദുറഹ്മാൻ സലഫി, നിങ്ങളും ടിപിയും ഒക്കെ പങ്കെടുത്ത എറണാകുളം സമ്മേളനത്തിന്റെ മുഖ്യ പ്രഭാഷണം ആരായിരുന്നു? ചങ്ങരംകുളത്തെ മുഖ്യ പ്രഭാഷണം ആരായിരുന്നു? ഇന്ന് നിങ്ങൾ പാട്ടുമൗലവി എന്ന് പേരോടിന്റെ ഭാഷ കടമെടുത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പണ്ഡിതനെ കളിയാക്കിയപ്പോ ആ കടപ്പുറത്ത് നടന്ന പരിപാടികളിൽ മുഖ്യ പ്രഭാഷണം ആരായിരുന്നു? അപ്പോൾ നമുക്കിഷ്ടമില്ലെങ്കിൽ ആ വ്യക്തിയെ താറടിക്കാം, അല്ലേ? നിങ്ങൾ പാട്ടുമൗലവി എന്ന് പറഞ്ഞത് പേരോടിന്റെ ക്ലിപ്പിട്ടൊന്ന് സ്വയം വീട്ടിൽ വെച്ച് കേൾക്കണം. ഇതേ കാര്യം നമ്മുടെ അനസ് സഹോദരനും പറഞ്ഞു, പാട്ടുമൗലവി എന്ന്. അതെ, എല്ലാവരും പറയട്ടെ, പറയേണ്ടവർ തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് ഇത്തരം വ്യക്തിപരമായ ആക്ഷേപങ്ങൾ അങ്ങ് ആലപ്പുഴയിലുള്ള ഇന്ന് വേദി കിട്ടിയ ഒരു സഹോദരന് പറയാനുള്ളത്, എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. ആരാണ് ഹുസൈൻ സലഫിയെ ഇത്രയും കാലം അങ്ങ് ആലപ്പുഴയിലും എറണാകുളത്തും അതുപോലെ കോഴിക്കോട്ടും ചാലിയത്തുമൊക്കെ ആരായിരുന്നു എയർപോർട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് വീണ്ടും എയർപോർട്ടിൽ ഒരുക്കി കൊടുത്തത് ആരായിരുന്നു? അപ്പോൾ തങ്ങളുടെ ശിർക്ക് ആരോപണത്തിന് പിന്തുണ പാടിയിട്ടില്ലെങ്കിൽ അവരെല്ലാവരും മോശക്കാർ. അതെ, അവരെല്ലാവരും മോശക്കാർ, അല്ലേ? അപ്പോൾ ഹുസൈൻ സലഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രതിഫലം കൂടുതൽ കിട്ടുന്നു എന്ന് മാത്രമേ നമ്മൾക്ക് പറയാനുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടുമ്പോൾ ഇവിടെ ശിക്ഷ ഏറ്റുവാങ്ങരുതേ സഹോദര. ഹുസൈൻ സലഫിക്ക് ശൈലിയുണ്ട്, ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. അബ്ദുറഹ്മാൻ സലഫിയുടെ ശൈലി നമ്മൾ കേട്ടതാണല്ലോ. ആ ശൈലി മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഈ ശൈലി മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ ഉപയോഗിച്ചിട്ടില്ലേ? ക്യാമ്പയിൻ സമാപനങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലേ? ആ സമാപനങ്ങളിൽ അധ്യക്ഷത വഹിച്ചത് ടിപി അല്ലേ? അന്ന് പറയണ്ടേ പാട്ടുപാടാൻ വരണ്ട എന്ന്? അപ്പോൾ സഹോദരങ്ങളെ, ഈ തരത്തിലുള്ള തരംതാഴ്ന്ന രൂപത്തിലായിപ്പോയി ഇന്നത്തെ ആക്ഷേപം, ഇന്നത്തെ പരിഹാസം എന്ന് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. അതുപോലെ KJU-വിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ ഉമരി ഉസ്താദ്, അദ്ദേഹം TK മുഹീദ്ദീൻ ഉമരി, അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ധാരാളം നമ്മൾ കേൾക്കുന്നു, വേദികളിൽ വെച്ച്, നെറ്റുകളിൽ വെച്ച്, അതുപോലെ തന്നെ നമ്മുടെ മെസ്സേജുകളിലെല്ലാം. ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം വീട്ടിലെത്തിയതിന് ശേഷം, താൻ ഉദ്ദേശിച്ച പരിപാടിയിൽ പങ്കെടുത്ത് വീട്ടിലെത്തിയതിന് ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ.
അദ്ദേഹം കോട്ടക്കലിൽ പരിപാടിയിൽ പങ്കെടുത്തു എന്നത് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കാരണമാകുമോ എന്ന് അദ്ദേഹം പേടിക്കേണ്ടതുണ്ടോ എന്ന് വ്യക്തമാക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇന്ന് ബഹുമാന്യനായ കായക്കൊടി സുഹൃത്ത് വലിയൊരു ചരിത്രവുമായിട്ടാണ് രംഗത്ത് വന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ നാട് കൈയടക്കാൻ വന്നത്രേ. അതേപോലെയുള്ള ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പണിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഷിർക്ക് ആരോപണത്തോട് പിന്തുണ പ്രഖ്യാപിക്കാത്ത ആളുകൾ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന അദ്ദേഹത്തിന്റെ പേര് ഒഴിവാകണമെങ്കിൽ മുജാഹിദുകൾ ഷിർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞാൽ മതി. അതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ നിന്നും രക്ഷപ്പെടാമെന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞത് ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കല്ല എന്ന് നവപുരോഹിതൻ പറയുന്നു എന്നാണ്. ആരെക്കുറിച്ചാ നവപുരോഹിതൻ എന്ന് പറഞ്ഞത്? ആരോടൊപ്പമാണോ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ആരോടൊപ്പം ചേർന്നിട്ടാണോ പ്രബന്ധം തയ്യാറാക്കിയത്, ആ പ്രബന്ധം തയ്യാറാക്കിയാൽ നവപുരോഹിതനാണത്രേ. അപ്പോൾ പുരോഹിതനാണോ KJUവിന്റെ പ്രബന്ധം തയ്യാറാക്കേണ്ടത്? അപ്പോൾ KJUവിന്റെ പ്രബന്ധം തയ്യാറാക്കാൻ മാത്രം ആ വിഷയത്തിൽ അറിവ് ഫൈസൽ മുസ്ലിയാർക്ക് ഉണ്ട് എന്ന് KJU തന്നെ പ്രഖ്യാപിച്ചതിന്റെ തെളിവല്ലേ? ഹനീഫ് കായക്കൊടിയോടൊപ്പം സഹായിക്കുന്നതിന് വേണ്ടി ഫൈസൽ മുസ്ലിയാരെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിന് വേണ്ടി ഫൈസൽ മുസ്ലിയാരെ നിങ്ങൾ സഹായിയായി തെരഞ്ഞെടുത്തത്, ഫൈസൽ മുസ്ലിയാർ നിങ്ങളെയും സഹായിയായി തെരഞ്ഞെടുത്തത്. എന്നാൽ ഇന്ന് കടപ്പുറത്ത് വെച്ച് കായക്കൊടി പറഞ്ഞതിന് കായക്കൊടി തന്നെ മറുപടി എഴുതി വെച്ചിട്ടുണ്ട്. കായക്കൊടി അദ്ദേഹം ജംഇയ്യത്തുല്ലമക്ക് എഴുതി കൊടുത്ത ഫൈസൽ മുസ്ലിയാരുടെ സഹായത്തോടു കൂടി എഴുതി കൊടുത്ത രേഖയിൽ ജിന്നിനോടുള്ള എല്ലാ സഹായത്തോടവും ഷിർക്കാണ് എന്നാണോ ഉള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആശയം, തൗഹീദിന്റെ ആശയം ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെ യാതൊരു മാറ്റവും വരില്ല. ഏതൊരു കാര്യം ഇബാദത്താകണമെങ്കിലും അതിൽ ദുആ വേണം, എങ്കിലേ ഒരു കാര്യം ഇബാദത്താവുകയുള്ളൂ. ഈ കാര്യം അങ്ങ് തിരുവനന്തപുരത്ത് വെച്ച് ആറ്റിങ്ങലും മറ്റും നടന്ന സംവാദങ്ങളിൽ ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല സഹായം തേടലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സൂക്ഷ്മതയോടുകൂടി അല്ലാതെ മറുപടി പറയാൻ കഴിയില്ല. ജിന്നിനോട് സഹായം തേടരുത്, ആ തേടുന്നതിൽ ഷിർക്കല്ലാത്ത സഹായത്തേട്ടവും ഉണ്ട് എന്നതിൽ ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് കായക്കൊടിയുടെ സഹോദരൻ അനസ് മറുപടി പറഞ്ഞത്. അതിൽ ഇതുവരെ അദ്ദേഹം തൗബ ചെയ്ത് നമ്മൾ കേട്ടിട്ടുമില്ല. അപ്പോൾ ഒരു അപകടകരമായ വാദവും സക്കരിയ സ്വലാഹി അവതരിപ്പിച്ചിട്ടില്ല, ആരും അവതരിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് സ്വന്തം പ്രബന്ധത്തെ ഇന്ന് കായക്കൊടി ആ വേദിയിൽ വെച്ച് തള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു വലിയ പരിഹാസം എന്ന് പറയുന്നത് യാ ഇബാദല്ലാഹ് ചർച്ച ചെയ്യാൻ അങ്ങ് സൗദിയിലേക്ക് പോകണമത്രേ, കുവൈത്തിലേക്ക് പോകണമത്രേ എന്ന് ഹുസൈൻ സലഫി പറയുന്നു എന്നാണ്. ഹുസൈൻ സലഫി പറഞ്ഞത് എന്താണെന്ന് 6 മിനിറ്റ് സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ ആർക്കും ബോധ്യമാകും. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഉമർ മൗലവി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ് ചർച്ച ചെയ്യുക എന്നത് നവപുരോഹിതന്റെ അടയാളമാണെങ്കിൽ, നവസലഫിസത്തിന്റെ നവപൗരോഹിത്യത്തിന്റെ അടയാളമാണെങ്കിൽ ഉമർ മൗലവി നവപുരോഹിതനായിരുന്നു എന്നല്ലേ ഇന്ന് കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് പറഞ്ഞത്? ഉമർ മൗലവി അത് വിശദീകരിച്ചു. എന്തിനു വേണ്ടി? അത് സ്വഹീഹാണെന്ന് കരുതി അമൽ ചെയ്തു പോയ ഇമാമിങ്ങൾ പ്രാമാണികരാണ്. അവർ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചതിൽ ശിർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിൽ ഉമർ മൗലവി സൽസബീലിൽ മറുപടി കൊടുത്തു. ഇനി അത് സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെ വാദവിഷയത്തിന് അതിൽ തെളിവില്ല. വാദമെന്താ? മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വളരെ കൃത്യമായി വ്യക്തമായി ഉമർ മൗലവി കൊടുത്ത മറുപടിയാണ്. ആ മറുപടി തന്നെയാണ് പ്രബന്ധത്തിലൂടെ കായക്കൊടി എഴുതി കൊടുത്തത്. പക്ഷേ കായക്കൊടിയെ തന്നെ നവപുരോഹിതനാക്കി. അഥവാ 2 മാസങ്ങൾക്ക് മുമ്പ് ജമിയത്തിന് മുമ്പിൽ പ്രബന്ധം അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഞാനും ഒരു നവപുരോഹിതനായിരുന്നു എന്ന് ഇന്ന് ഫൈസൽ മുസ്ലിയാരെ നവപുരോഹിതൻ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ നവപുരോഹിതൻ എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ ആ മലർന്നു കടന്ന് മേൽപോട്ട് തുപ്പിയപ്പോൾ സ്വന്തം ശരീരത്തിലേക്കാണ് ഇത് വന്നത് എന്നത് കായക്കൊടി സാഹിബ് ഒരുപക്ഷെ ചിന്തിച്ചിരിക്കില്ല. സഹോദരങ്ങളെ, അങ്ങ് കുവൈറ്റിൽ ബഹുമാന്യനായ PN കണ്ണുവെട്ടിച്ച് അവിടെ ഓഫീസിൽ പോയി, ഇഹ്യാ തുറാസുൽ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയി കാര്യം സാധിച്ച് സമ്മേളനത്തിന് ക്ഷണിച്ചു പോരാം എന്ന് കരുതി അവിടെ ചെന്നപ്പോൾ ബഹുമാന്യരായ ഇഹ്യാ തുറാസിന്റെ ആളുകൾ പറഞ്ഞു, അബ്ദുൽ ലത്തീഫ് എവിടെ? അബ്ദുൽ ലത്തീഫിനോടൊപ്പമാണല്ലോ നിങ്ങൾ സാധാരണ വരാറുള്ളത്.
അതെ, അബ്ദുൽ ലത്തീഫ് മദനി അങ്ങോട്ട് കയറി, അവിടെ വെച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്തു. നജ്ദിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തി. അങ്ങനെ യാ ഇബാദല്ലാഹ് അഈനുനി എന്ന ഹദീസ് അവിടെ വെച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കി. അവർ പറഞ്ഞു, അതിൽ ശിർക്കില്ല, അതിൽ അഭൗതികതയില്ല. ജിന്നിനോട് സഹായം തേടുന്നതിന്റെ വിഷയത്തിൽ എന്താണോ ഇന്ന് യഥാർത്ഥ മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ കാര്യം അവിടെ വെച്ച് ഇഹ്യാഉ റാസുൽ ഇസ്ലാമിയുടെ പണ്ഡിതന്മാർ വിളിച്ചു വരുത്തിയ നജ്ദി അടക്കം പറഞ്ഞു. എന്തേ കടിച്ചു ചീറാതിരുന്നത് സലഫി? നിങ്ങൾ കടിച്ചു ചീറിയില്ലല്ലോ. ഈ ശിർക്കുമായി എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് എന്തേ പോവാത്തത്? പോയില്ലല്ലോ. അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കത്തയച്ചില്ലേ KNM-ന്? എന്താ അതിൽ പറഞ്ഞത്? സക്കരിയ സ്വലാഹി പറയുന്ന വാദം, ഉമർ മൗലവി പറഞ്ഞ വാദം, അന്ന് 2004 KJU പറഞ്ഞ അതേ വാദം ജംഇയ്യത്ത് അവർ കുവൈത്തിൽ എഴുതി അയച്ചപ്പോ നിങ്ങളുടെ കത്തിൽ ശിർക്കുണ്ട് എന്നല്ല മറുപടി കൊടുത്തത്. പിന്നെ എന്താ മറുപടി കൊടുത്തത്? ഞങ്ങൾ സമ്മേളന തിരക്കിലാണ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാം. ശിർക്ക് ചർച്ച ചെയ്യാമെന്നോ? ശിർക്ക് ചർച്ച ചെയ്യാമെന്നാണോ മറുപടി കൊടുത്തത്? അപ്പോൾ എന്താണ്? കടപ്പുറത്തൊന്നും കുവൈത്തിൽ മറ്റൊന്നും അല്ലേ? അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഹുസൈൻ സലഫി പറഞ്ഞത്, ഇനി അവർക്ക് നമ്മളെ കുറിച്ച് ഈ വിഷയത്തിൽ വല്ല അവരുമായി നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ആദർശം അവർക്ക് പണയം വെക്കേണ്ടതില്ല. ഇനി നമ്മൾ പറയുന്നതാണ് ശരിയെങ്കിൽ അത് അവർക്കും മനസ്സിലാക്കി കൊടുക്കാമല്ലോ എന്നാണ് ഹുസൈൻ സലഫി പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പമാണ് മുജാഹിദുകൾ ഉള്ളത്. അതാണ് അബ്ദുറഹ്മാൻ സലഫി എപ്പോൾ സൗദിയിൽ പോയാലും എപ്പോഴും ബന്ധപ്പെടുന്ന മുജാഹിദ് സമ്മേളന വേദികളിൽ നിത്യമായി വന്നിരുന്ന ഷെയ്ഖ് ഈദാൻ അബ്ദുള്ള ഈദാൻ, അദ്ദേഹം പറഞ്ഞതും ചർച്ചക്ക് വരൂ എന്നാണ്. എന്തേ ചർച്ചക്ക് പോകാത്തത്? ഇനി അറബികളായ ഷെയ്ഖന്മാർ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നാണോ? അവരുടെ അഭിപ്രായത്തിൽ നമുക്കെന്ത് വില എന്നാണോ? എങ്കിൽ KNM സംസ്ഥാന സെക്രട്ടറി എന്ന പേര് കഴിഞ്ഞ കമ്മിറ്റിയിൽ ഹുസൈൻ മടവൂരിനോടൊപ്പം അബ്ദുറഹ്മാൻ സലഫിക്ക് ലഭിക്കുവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? അറബികളായ ഷെയ്ഖന്മാർക്ക് നമ്മുടെ വിഷയത്തിലുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ അവരുമായുള്ള പ്രശ്നങ്ങൾ തീരണം. എന്നിട്ടേ ഹുസൈൻ മടവൂർ സെക്രട്ടറി ആവൂ, അതോടൊപ്പം അബ്ദുറഹ്മാൻ സലഫിയും സെക്രട്ടറി ആവൂ. ഇതിൽ നമുക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു സംഭവമുണ്ട്. ഹുസൈൻ മടവൂര് ഇഖ്വാനികളുടെ ആശയവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് അറബികളായ ഷെയ്ഖന്മാർക്ക് ചില സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായി, ചർച്ച ചെയ്യണം. അങ്ങനെ ഹുസൈൻ മടവൂര് സെക്രട്ടറി ആകാൻ ഒരു ചർച്ച വേണം. അതിന് സമമായിക്കൊണ്ട് അതിനെ തുലാസൊപ്പിക്കുന്നതിന് വേണ്ടി എന്തിനാണ് അബ്ദുറഹ്മാൻ സലഫിയുടെ പേര് പുറത്തു വെച്ചത്? അപ്പോൾ അല്ലാതെ അന്യായമായ ഒരാളെ പുറത്തു നിർത്തേണ്ട കാര്യമില്ലല്ലോ. ഹുസൈൻ മടവൂരുമായി ബന്ധപ്പെട്ട് മാത്രമല്ലേ ഇഖ്വാനി പ്രശ്നമുള്ളൂ. എന്തിനാണ് ഇദ്ദേഹത്തെ കൂടി അതിലേക്ക് വെച്ചത് എന്നത് സ്വാഭാവികമായും ഒരു ചർച്ച വരും. ആ ചർച്ചയും ഇനി ഇസ്ലാഹി കേരളം കൃത്യമായി നടത്തേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനിടക്ക് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘത്തിന്റെ ഭാഗം എന്ന് KJU പ്രഖ്യാപിച്ച, നിലമ്പൂരിൽ വെച്ച് 28/10/2011 പ്രഖ്യാപിച്ച ആ KKP അബ്ദുള്ള ഇറക്കിയിട്ടുള്ള ഖുർആൻ ഹദീസ് വിരുദ്ധ പുസ്തകം, ഷബാബ് 3 പേജ് ലേഖനത്തിലൂടെ പ്രശംസിച്ച മഞ്ഞ പുസ്തകം, ആ മഞ്ഞ പുസ്തകത്തിന്റെ സഹായിയായി KNM ക്യാമറാമാൻ എന്ന് വിശേഷിപ്പിച്ച, KNM-ന് അങ്ങനെ ക്യാമറാമാൻ ഇല്ലെന്ന് അനസ് മൗലവിയും കായക്കൊടിയും പ്രത്യേകം എടുത്തു പറഞ്ഞ സിദ്ദീഖ് തലശ്ശേരി, അതേ CD ടവറിൽ വെച്ച് നമ്മുടെ നിയമത്തുള്ള ഫാറൂഖിയുടെ പ്രസംഗം അത് വിതരണം ചെയ്യാൻ പറ്റില്ല എന്ന അർത്ഥത്തിൽ സീല് ചെയ്തു വെച്ചത് മടവൂരികൾ കാണിച്ചപ്പോൾ എങ്ങനെ അവർക്ക് കിട്ടി എന്നതിന്റെ അന്വേഷണത്തിൽ അത് കൊടുത്തത് ചാരനായ സിദ്ദീഖ് തലശ്ശേരിയാണ് എന്ന് കണ്ടെത്തിയതിന്റെ പേരിൽ CD ടവർന്ന് പുറത്താക്കിയ ഗൂഢസംഘത്തിന്റെ KJU പ്രഖ്യാപിച്ച ചാരസംഘത്തിലെ മെമ്പർ സിദ്ദീഖ് തലശ്ശേരി ഇന്ന് അതാ നെറ്റിൽ കയറിക്കൊണ്ട് പറയുന്നു, മുജാഹിദുകളുടെ ഒരു സ്ഥാപനവും വിട്ടുതരില്ല, മുജാഹിദുകൾ ആളുകളും ഞങ്ങളോടൊപ്പമാണ് എന്ന്. KNM-ന് വേണ്ടി ഇന്ന് കേവല സംഘടനാവാദികൾക്ക് വേണ്ടി നെറ്റിൽ കയറി വാദിക്കുന്നത് ആരാ? സിദ്ദീഖ് തലശ്ശേരിയാണ്. മനസ്സിലായി ബന്ധം, മനസ്സിലായി കാര്യങ്ങൾ. കൂടുതൽ ചിന്തിക്കാതെ തന്നെ ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേര സന്ദർഭത്തിൽ സഹോദരൻ അബ്ദുറഹ്മാൻ സലഫിയുടെ കോക്കസിന്റെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം കയറി പറയുന്നത്, അദ്ദേഹത്തിന് എന്തോ വലിയ ഒരു വിലക്ക് വന്നിരിക്കുന്നു. അതെ, വിലക്ക് വന്നിരിക്കുന്നു. ഉള്ളിലുള്ളവർക്കും വിലക്ക്. എന്താ വിലക്കെന്നറിയുമോ?
അതെ, അങ്ങ് ജാമിയ നദ്വിയ ഇടവണ്ണയിലെ കുട്ടികൾ ലേഖനത്തിൽ മടവൂരികൾ എന്ന് കൊടുത്തപ്പോൾ അതെ ടി.പി. അബ്ദുൾ റസാഖ് ബാക്കവി ശകാരിച്ചു. മടവൂരികളെന്നോ? അങ്ങനെ പറയാൻ പാടില്ലത്രേ. ശരി, ഇന്ന് നമ്മുടെ പുതിയ അബ്ദുറഹ്മാൻ സലഫിയുടെ കോക്കസിന്റെ ആ അഡ്ഹോക്കിന്റെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റായി അവരോധിച്ച സഹോദരൻ ഇന്ന് മടവൂരികൾ എന്ന് പറയാൻ നാവ് പൊന്തുന്നില്ല. കാരണം പിന്നിൽ നടപടിയെടുക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന സലഫി അപ്പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു, വ്യാജ പരിസ്ഥിതിവാദികൾ, അതെ വ്യാജ പരിസ്ഥിതിവാദികൾ, മടവൂർ വിഭാഗം എന്ന് വിളിക്കാൻ വിലക്ക്, മടവൂരികൾ എന്ന് വിളിക്കാൻ ഇന്ന് വിലക്ക്. അല്ലെങ്കിൽ എന്തുകൊണ്ട് വ്യാജ കോക്കസിന്റെ യുവജന വിഭാഗത്തിന്റെ അഡ്ഹോക്കിന്റെ പ്രസിഡന്റിന് ഇന്ന് പറയേണ്ടി വന്നു? എന്താ പിന്നീട് ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന പുതിയ വാദം അവതരിപ്പിച്ചു എന്നാ പറഞ്ഞത്. തൊട്ടു പിന്നിലുള്ള കായ്ക്കൊടി ഒന്ന് ചോദിച്ചുകൂടായിരുന്നു, നിങ്ങൾ എഴുതി കൊടുത്ത പ്രബന്ധം ശിർക്കല്ലേ എന്ന് ചോദിച്ചാൽ അവിടെ തന്നെ നമ്മുടെ സഹോദരന് മറുപടി ലഭിക്കുമായിരുന്നു. പിന്നീട് ഇന്ന് നമ്മുടെ സഹോദരൻ അതെ അബ്ദുറഹ്മാൻ സലഫിയുടെ വ്യാജ കോക്കസിന്റെ അതിന്റെ അഡ്ഹോക്കിന്റെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് MI മുഹമ്മദ് അലി സുല്ലമിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെ, ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ, ജിന്ന് സിഹറുമായി ബന്ധപ്പെട്ട അജ്ഞതകൾ ചൂഷണം ചെയ്യുന്നതിന് ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങിയ പുസ്തകമാണ് ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും. അതിൽ MI സുല്ലമി പറഞ്ഞത്, ഗൾഫിലുള്ള ആളുകളുടെ നിലപാടുകൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുന്നു. അന്ന് കേരള നദ്വത്തുൽ മുജാഹിദിന് വേണ്ടി KK സക്കരിയ സ്വലാഹി അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇന്നിതാ ആ അതേ വാക്ക് ഗൾഫ് സലഫിസം ഇറക്കുമതി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ മുജാഹിദുകൾ. നമ്മുടെ സഹോദരൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഖുർആൻ വന്നത് ഗൾഫിൽ നിന്നാണ്, ഹദീസ് വന്നത് ഗൾഫിൽ നിന്നാണ്. എങ്കിൽ ഖുർആനും ഹദീസും എങ്ങനെ പഠിക്കണം, മനസ്സിലാക്കണം, സ്വീകരിച്ചാചരിക്കണം എന്ന രീതിശാസ്ത്രവും ഞങ്ങൾ ഗൾഫിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതാണ് മടവൂർ വിഭാഗം കളിയാക്കിയത്. അഞ്ചാം മദ്ഹബ് ഗൾഫ് ഇറക്കുമതി അവർ കളിയാക്കി. ആ കളിയാക്കലിന്റെ തുടർച്ച ഇന്നിതാ നമ്മുടെ സഹോദരൻ കടപ്പുറത്ത് വെച്ച് ഏറ്റെടുത്തിരിക്കുന്നു. ഉഷാറായിട്ടുണ്ട്. ഭേഷ്, അതെ MI സുല്ലമിക്ക് സിന്ദാബാദ് വിളിച്ചു ിരിക്കുന്നു. ഇന്ന് കടപ്പുറത്ത് വെച്ച് ഇവരാണോ യുവജന വിഭാഗത്തെ നയിക്കേണ്ടത്? മടവൂർ വിഭാഗത്തിന്റെ അതേ ആശയം കടപ്പുറത്ത് വെച്ച് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗൾഫ് സലഫിസം ഇറക്കുമതി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ഇതിന് മറുപടി കൊടുത്തു സഹോദര. 10 കൊല്ലം മുജാഹിദുകൾ മറുപടി കൊടുക്കുകയായിരുന്നു. മറന്നുപോകരുത്. അവിടെയും TPയെ പിന്നീട് പ്രസംഗിച്ച TPയെ അനുകരിക്കുന്ന തരത്തിൽ അതാ അഡ്ഹോക്കിന്റെ യുവജന വിഭാഗത്തിന്റെ അബ്ദുറഹ്മാൻ സലഫി നിശ്ചയിച്ച അഡ്ഹോക്കിന്റെ ഭാരവാഹി പറയുന്നു, ഇസ്മിന്റെ പണി തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കില്ല, പിഞ്ഞാണമെഴുത്ത് തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കില്ല, ഷറയുടെ പേരിൽ നടക്കുന്ന കാടൻ ഏർപ്പാടുകൾ അനുവദിക്കില്ല. ഇത് ഇന്ന് കോട്ടക്കലിൽ വെച്ച് ഞങ്ങൾ പ്രഖ്യാപിച്ച കാര്യമാണ്, ഇടത്തനാട്ടിൽ വെച്ച് പ്രഖ്യാപിച്ച കാര്യമാണ്. ഒരു അന്ധവിശ്വാസവും തിരിച്ചു കൊണ്ടുവരാൻ സമ്മതിക്കില്ല. ഇങ്ങനെ സമ്മതിക്കില്ല എന്ന് പ്രസംഗിക്കുന്നവർ അങ്ങനെ അത് കൊണ്ടുവരുന്നവരാണ് എന്ന് കള്ളം എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് നടപ്പില്ല. മറക്കരുത്. TP മറുപടി പറയണം. ഉറുക്കിനെ അനുകൂലിച്ച് ഇവിടെ ആരാണ് സംസാരിച്ചത്? ഐക്കല്ലിനെ അനുകൂലിച്ച് ആരാണ് സംസാരിക്കുന്നത്? ഇസ്മിന്റെ പണിയെ അനുകൂലിച്ച് ആരാണ് സംസാരിച്ചത്? മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. മാത്രമല്ല വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വൈകുന്നേരം വ്യക്തി ആക്ഷേപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു കടപ്പുറം. അവിടെ വന്ന പല പത്രക്കാരായ ആളുകൾ പോലും ഇത് KNM തന്നെയോ, ഇത് KNMന്റെ വേദി തന്നെയോ എന്ന് വിഷമത്തോടുകൂടി പറഞ്ഞിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്താ അവിടെ വെച്ച് പറഞ്ഞത്? അതെ, പണിയില്ലാത്ത അഡ്വക്കേറ്റുമാർ. അതെ, ഞങ്ങളുടെ സഹോദരൻ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാന് പണിയുണ്ട് സഹോദര. അതെ, അദ്ദേഹത്തിന് പണിയുണ്ട്. അദ്ദേഹം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം അഡ്വക്കേറ്റ് ഭാഗം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ അഡ്വക്കേറ്റ് ഭാഗം പഠിപ്പിച്ചതിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? KNMന്റെ കേസ് നടത്തിയത്. KNMന്റെ കേസ് നടത്തി എറണാകുളത്തേക്കും കോഴിക്കോട്ടേക്കും മാറി പോയി, അഡ്വക്കേറ്റുമാരുടെ വീട്ടിൽ പോയി, ഓഫീസിൽ പോയി. അങ്ങനെ ക്ലാസ്സിൽ പോകാൻ സാധിക്കാതെ ഞങ്ങളുടെ സഹോദരന്റെ കോഴ്സ് കൊളമായത് KNMനെ രക്ഷിക്കാനാ. എന്നിട്ട് ഇന്ന് പറയുകയാണ്
പണിയില്ലാത്ത അഡ്വക്കറ്റ്. സഹോദര, അങ്ങ് തെക്ക് വടക്ക് നടന്ന സന്ദർഭത്തിൽ അറിയുമായിരുന്നോ മടവൂർ വിഭാഗവുമായി നടന്ന കേസിൽ ആരായിരുന്നു കാര്യങ്ങൾ ചെയ്തത് എന്ന്? പിന്നീട് ആ അഡ്വക്കറ്റ് ഹബീബ് റഹ്മാനെ പോലും അവിശ്വസിക്കുന്ന രൂപത്തിൽ വളരെ മോശമായ പ്രതികരണം ഉണ്ടായപ്പോൾ കേന്ദ്രത്തിന്റെ സംസ്ഥാന ട്രഷറർ വരെ അത്തരം ആരോപണം ഏറ്റെടുത്തപ്പോൾ അഡ്വക്കറ്റ് ഹബീബ് റഹ്മാൻ കേന്ദ്രത്തിന് കത്തുകൊടുത്തു. ആ രേഖ ടിപിയുടെ കയ്യിലുണ്ട്. ആ രേഖ പല ഭാരവാഹികളും വായിച്ചിട്ടുണ്ട്. അതിന് ഇന്ന് വരെ മറുപടി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അഡ്വക്കറ്റ് ഹബീബ് റഹ്മാൻ പണിയില്ലാത്ത വ്യക്തിയല്ല, പണിയുണ്ട്. തന്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി അധ്വാനിച്ചതിന് ശേഷം ബാക്കിയുള്ള സമയം ഈ പ്രസ്ഥാനത്തെ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ വിനീതനായ എന്നെ കുറിച്ച് കമ്പൗണ്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യാതൊരു വിരോധവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കമ്പൗണ്ടർ എന്ന് പറയുന്ന ആ സസ്തികയിൽ അതുപോലെ അത്തരം പണികൾ ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് മോശപ്പെട്ട ഒരു ജോലിയല്ല. ഒരു ജോലിയെയും അങ്ങനെ കാണരുതെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അധ്യാപകർക്കും അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും വിവിധ വകുപ്പുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് ഇന്ത്യയുടെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ തങ്ങളുടെ മതത്തിനെതിരായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കരിക്കാൻ ഒരു സൗകര്യവുമില്ലാത്ത പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാർ നമസ്കരിക്കാറുണ്ട്. അതുപോലെ ജോലി കൊണ്ട് ഡോക്ടറുണ്ട്, ഡോക്ടർമാർ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങള് ആരോഗ്യപ്രവർത്തകരോട് നിർദ്ദേശിക്കാറുണ്ട്. ആ സന്ദർഭത്തിൽ സ്വന്തം ദീന് കളഞ്ഞു കുളിച്ച് ഒരു സലഫിയും മുന്നോട്ട് പോവില്ല എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, ബഹുമാന്യനായ നൂർ ഷാ സാഹിബ് ഇന്ന് കടപ്പുറത്ത് നന്ദി പറഞ്ഞപ്പോൾ ഏറ്റവും വലിയൊരു കളവ് പറഞ്ഞു. സഹിക്കാൻ കഴിയാത്ത കളവാണത്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ദൂതനയച്ചത്രേ. എന്തിനാ ദൂതനയച്ചത്? അതെ, എനിക്ക് മാന്യമായൊരു സ്ഥാനം നൽകിയാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇപ്പോഴുള്ള സംഘടനാ പ്രശ്നങ്ങൾ തീരും എന്ന് ഞാൻ പറഞ്ഞത്രേ. അദ്ദേഹം നന്ദി പറഞ്ഞ് അദ്ദേഹം മൈക്കിന് മുമ്പിൽ വിട്ടു എന്ന് തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ആദ്യം ഫോൺ എടുത്തത് അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് ഞാൻ സംശയിക്കുന്നു. അവർ മറ്റൊരു നമ്പർ തന്നു. ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നൂർ ഷാ സാഹിബ്, ആരെയാണ് ഞാൻ അയച്ചത്? എന്താണ് നിങ്ങൾ ആ സമ്മേളന വേദിയിൽ പറഞ്ഞത്? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, കോഴിക്കോട്ടേക്കോ കണ്ണൂരിൽ നിന്നോ. ഈ സന്ദർഭത്തിലോ? പിന്നെ പറയുന്നത് എടാ പോടാ വാക്കാണ്. അതെ, ഞാൻ ചോദിച്ചു, ആരാണ്? പറയൂ. അത് സത്യമാണെങ്കിൽ ആ പേരങ്ങ് പറഞ്ഞാൽ പോരെ. സഹോദരങ്ങളെ, മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത്, ISM-ൽ നിന്നും ഞാൻ പുറത്തായപ്പോൾ, അതെ, ISM-ൽ നിന്നും ഞാൻ പുറത്തായ സന്ദർഭത്തിൽ മാന്യമായ സ്ഥാനം നൽകി, ബിസ്മിയുടെ കൺവീനർ സ്ഥാനം നൽകി എന്നെ ആദരിച്ചു. കളവാണത്. ISM-ൽ ഞാൻ പുറത്തായിട്ടില്ല. ISM-ന്റെ അടുത്ത ഘട്ടത്തിലും ഞാൻ വരും എന്ന് പേടിച്ചപ്പോൾ ഞാൻ ബഹുമാന്യനായ TP-യെ കണ്ടു, AP-യെ കണ്ടു. രണ്ടുപേരോടും പറഞ്ഞു, കഴിഞ്ഞ 2 തവണയും നിങ്ങൾ എന്നെ നിർബന്ധിച്ചു. ഞാൻ ആ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നിങ്ങൾ വന്നു, എന്നിട്ട് നിർബന്ധിച്ച് എന്നെ സെക്രട്ടറിയാക്കി. തൊട്ടു മുമ്പുള്ള സമയത്ത് ഞാനൊരു ലീവ് എഴുതി പഴയ മുജാഹിദ് സെന്ററിൽ ഇരിക്കുകയായിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്നൊക്കെ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല, എന്നെ കാത്തു നിൽക്കുകയാണ്. സലീബ് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ രംഗം ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മകൻ ജൗഹറിന്, ആ രംഗം സാക്ഷിയായ ജൗഹറിന് വ്യക്തമായത് അറിയാവുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത പ്രാവശ്യം വീണ്ടും ഈ സ്ഥാനത്തേക്ക് ISM-ന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമോ എന്ന് ഭയപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ഞാൻ നേരത്തെ തന്നെ നമ്മുടെ 2 നേതാക്കന്മാരെയും കാണുകയും എന്നിട്ട് ഞാൻ താമസിക്കുന്ന കണ്ണൂർ ജില്ലയിലെ വാരം യൂണിറ്റിൽ ഞാൻ ISM മെമ്പർഷിപ്പ് എടുത്തില്ല. കാരണം ഇവിടുത്തെ മെമ്പർഷിപ്പ് എടുത്താൽ അവരെന്നെ സംസ്ഥാന കൗൺസിലർ ആക്കുമെന്ന് പേടിച്ചുകൊണ്ട് എന്റെ സ്വന്തം നാടായ പൂനൂരിൽ അവിടുത്തെ എന്റെ ബഹുമാന്യരായ സഹോദരങ്ങൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അവിടുന്ന് മെമ്പർഷിപ്പ് എടുക്കാം, ഞാൻ അവിടെ വരുമ്പോൾ ഒപ്പിട്ട് തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്നെ കൗൺസിലർ ആക്കാൻ പാടില്ല. ഒരാൾ കൗൺസിലറായോ ഇല്ലേ എന്ന് അറിയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് മാത്രമാണ്. അതിന്റെ മുഖ്യ വ്യക്തി എന്നുള്ള നിലക്ക് മറ്റാരും അത് അറിഞ്ഞില്ല. അങ്ങനെ സംസ്ഥാന കൗൺസിൽ ചേർന്ന സന്ദർഭത്തിൽ കൗൺസിലർമാരുടെ ലിസ്റ്റിൽ ഞാനില്ല. ഇന്ന് മറുഭാഗത്ത് നിൽക്കുന്ന മുക്കത്തിനടുത്ത് ഉള്ള റഷീദ് കാസിമി, അദ്ദേഹം ചോദിച്ചു, CP സലീം എന്തുകൊണ്ട് ഇതിലില്ല? ഒരു ചെറിയൊരു ബഹളമുണ്ടായി. ആ സന്ദർഭത്തിൽ ബഹുമാന്യനായ AP പറഞ്ഞു, സലീമിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, കാരണം അവരെനിക്ക് വാക്ക് തന്നതായിരുന്നു.
അങ്ങനെയാണ് സഹോദരങ്ങളെ ISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവസാനത്തെ ഊഴത്തിൽ ഞാൻ ഒഴിവായത്. ഇതിന് AP-യും TP-യും ആയി ഒന്നിച്ചിരിക്കാൻ ഈ കാര്യമൊന്നും അവർക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. എന്നിട്ടാണ് ISMനെ മാറ്റി നിർത്തിയപ്പോൾ എന്ന കളവ് അവിടെ കൂടിയ നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ സംസ്ഥാന ട്രഷറർ പറഞ്ഞത്, നിങ്ങൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ കേൾക്കുന്നില്ലെങ്കിൽ ഈ ബൈലക്സിൽ റെക്കോർഡ് ചെയ്തവരിൽ നിന്നും ബഹുമാന്യനായ നൂർ ഷാ സാഹിബ് നിങ്ങൾ ഇനി ഇത് കേൾക്കണം, ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കണം. അതിനൊരു കാരണമുണ്ടായിരുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ പ്രഭാഷണങ്ങൾ നടത്തുകയും അതേപോലെ തന്നെ ജോലി ചെയ്യുകയും ഒപ്പം ഒരു ഭാരവാഹിത്വവും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ എനിക്കുണ്ട് എന്ന് നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവരെനിക്ക് സമ്മതം തന്നതായിരുന്നു. അങ്ങനെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. തീർന്നില്ല. ഈ സന്ദർഭത്തിൽ ഒരിക്കൽ മുജാഹിദ് സെന്ററിൽ നിന്നും പാലത്ത് അബ്ദുറഹിമാൻ മദനി എന്നെ വിളിക്കുന്നു. ഒരു കാര്യം പറയാനുണ്ട് സലീം, നമ്മുടെ ബിസ്മിയുടെ കാര്യം അറിയാമല്ലോ, അത് നിങ്ങൾ വിചാരിച്ചാൽ ആ കാര്യം ഒന്ന് നേരെ കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ISM ഒഴിവായി അല്പം ഒരു ആശ്വാസത്തിൽ നിൽക്കുമ്പോൾ TP-ക്ക് നിങ്ങളോട് നേരിട്ട് പറയാൻ പ്രയാസമുണ്ട്. നിങ്ങൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാലോ എന്ന് വിഷമിച്ചുകൊണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത് അനുസരിക്കണം. ഞാൻ എന്റെ വിഷമങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. പാലത്ത് അബ്ദുറഹിമാൻ മദനി പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്, സലീം ശ്രമിക്ക്, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നോക്കാം എന്ന് പറഞ്ഞ് TP-യുടെ കയ്യിൽ കൊടുത്തു. TP പറഞ്ഞു സലീം ഏറ്റെടുക്കണം. അങ്ങനെ എടുത്തിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അത് കഴിഞ്ഞ് സംഘടനാ പ്രശ്നങ്ങൾ വന്നപ്പോൾ മാന്യമായ സ്ഥാനത്തിന് വേണ്ടി ഞാൻ ആളെ അയക്കുകയല്ല ചെയ്തത്, മറിച്ച് ശിർക്കാരോപണവുമായി നിരന്തരമായി KJU വിശദീകരണങ്ങൾ നടത്തിയപ്പോൾ എനിക്കതിൽ സഹകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത ഒരാൾ അതിൽ നിൽക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ കൈപ്പടയിൽ ബിസ്മിയുടെ കൺവീനർ സ്ഥാനം ഒഴിവാക്കി തരണം. ഞാൻ രാജിവെച്ചതല്ല. രാജിവെക്കുക എന്ന് പറയുമ്പോൾ അതൊരു നേതൃത്വത്തോടുള്ള ഒരു വിയോജിപ്പായി പോകുമോ എന്ന് പേടിച്ചിട്ട് വിനീതമായ ഒരു അപേക്ഷ, എന്നെ ദയവ് ചെയ്ത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ KNM-ന് കത്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല സഹോദരങ്ങളെ, ഇലക്ഷൻ ഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങൾ എന്താണ് എന്ന് എല്ലാവരും പറഞ്ഞതാണ്. കടപ്പുറത്ത് പരിപാടിക്ക് കടപ്പുറത്ത് മറുപടി എന്ന് പറഞ്ഞില്ലെങ്കിലും അതാണല്ലോ ഇന്ന് നടന്നത്. എങ്കിൽ നമ്മൾ ചിന്തിക്കുക, കടപ്പുറത്ത് വെച്ച് മുജാഹിദ് കേരളം കേട്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അതെ, കരുവള്ളി മുഹമ്മദ് മൗലവി എന്തുകൊണ്ട് എക്സിക്യൂട്ടീവിൽ വന്നില്ല? മറുപടി കിട്ടിയോ? അദ്ദേഹത്തിന് എക്സിക്യൂട്ടീവിൽ സ്ഥാനം കൊടുക്കാതിരുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ അടുത്ത കാലഘട്ടത്തിലെ കറുത്ത ദിവസമായ 5/6/2011 5/6/2011 അങ്ങ് CD ടവറിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫി വിളിച്ചു ചേർത്ത, ഞാൻ വിളിച്ചു ചേർത്തതല്ലെന്നാണ് സംയുക്ത യോഗത്തിൽ പറഞ്ഞത്, അദ്ദേഹം വിളിച്ചു ചേർത്തതാണ് എന്ന് മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകൻ CD ടവറിൽ വെച്ച് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പോൾ ആ യോഗം ഗ്രൂപ്പ് യോഗമാണ് എന്ന് 95 വയസ്സുള്ള കാരണവർ മനസ്സിലാക്കുകയും എന്നിട്ട് തന്റെ പേനയെടുത്ത് അദ്ദേഹം എഴുതി ആ ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചവരെ ഈസ്റ്റ് ജില്ലയിലെ വിശദീകരണങ്ങളിൽ KJU വിശദീകരണങ്ങളിൽ പങ്കെടുപ്പിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവിടെ നടന്നത് ഗ്രൂപ്പ് യോഗമാണെന്ന് ആരാ വിധി എഴുതിയത്? അതെ, കരുവള്ളി മുഹമ്മദ് മൗലവി. ആ കരുവള്ളി പുറത്ത് ചില ആളുകൾക്ക് പറയാണ്, കരുവള്ളി പുറത്തും ഡോക്ടർ സുൽഫി അകത്തും എന്ന് പറയുമ്പോൾ ഡോക്ടർ സുൽഫി കരുവള്ളിയെ പുറത്താക്കി ഉള്ളിലേക്ക് കയറിയെന്ന ആളുകൾ വിചാരിച്ചു പോകുമോ? സഹോദരങ്ങളെ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ടതില്ല. കരുവള്ളി മുഹമ്മദ് മൗലവി KNM-ന്റെ തെരഞ്ഞെടുപ്പ് നടത്തിയൊരു ഘട്ടമുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് എങ്ങനെയായിരുന്നു? അദ്ദേഹം എല്ലാ ജില്ലകളിൽ നിന്നും നിശ്ചിത വീതം എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ടെന്നും അവരെ ആ ജില്ലക്കാരെ തരണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ഒന്നിച്ച് ഐകകണ്ഠേന എല്ലാ ജില്ലക്കാരും അംഗീകരിച്ച ലിസ്റ്റ് ഒരു കമ്മിറ്റിയായി 35ഓളം പേരുടെ ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ചെയ്തത്, നേരത്തെ തന്നെ അബ്ദുറഹ്മാൻ സലഫി തയ്യാറാക്കിയിട്ടുള്ള ഒരു പാനൽ KJU സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തു. ആ KJUവിന്റെ പാനൽ, KJU സെക്രട്ടറി അവതരിപ്പിച്ച പാനൽ. എന്നാൽ ആ പാനലിൽ ഏറ്റവും അവസാന ഭാഗത്തുള്ള നാദാപുരത്തുള്ള വോക്കർ മാസ്റ്റർ, അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി കൗൺസിൽ നടക്കുമ്പോൾ അബ്ദുറഹ്മാൻ സലഫി CD ടവറിന്റെ താഴെയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു താഴെ ചെല്ലാൻ. അദ്ദേഹം കേട്ടില്ല. ഹനീഫ് കായക്കൊടി വിളിച്ചു, നിങ്ങളെ സലഫി താഴത്ത് കാത്തു നിൽക്കുന്നുണ്ട്. എന്താ? അതെ, പാനലിലുള്ളത് നോം പേര് കൊടുത്തവരാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അബ്ദുറഹ്മാൻ സലഫി അല്പം വൈകിട്ടാണ് സ്റ്റേറ്റ് കൗൺസിലേക്ക് വന്നത്.
ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് പാനൽ, ആ ഗ്രൂപ്പ് പാനലിൽ അതെ കരുവള്ളി മുഹമ്മദ് മൗലവിക്ക് സ്ഥാനമില്ലല്ലോ. അതെ, അദ്ദേഹം ജിന്നിന്റെ ആളായിരിക്കുമല്ലേ? ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് കടപ്പുറത്ത് വെച്ച് പറഞ്ഞിട്ട് മിണ്ടാൻ അവർക്ക് സാധിച്ചില്ല. ഇനി 2002 മുതൽ 2012 വരെയുള്ള കാലഘട്ടങ്ങളിൽ മടവൂർ വിഭാഗത്തിന്റെ ആശയപരമായ തകരാറുകളെ നമ്മൾ എതിർത്തത് അവർ ഇറക്കിയ നീല പുസ്തകം, അത് പിന്നീട് അഡ്രസ് വെച്ച് അല്പം മാറ്റം വരുത്തി MI സുല്ലമി ചുവന്ന പുസ്തകമാക്കി മാറ്റി. ആ പുസ്തകങ്ങൾ വെച്ചുകൊണ്ടാണ് നാം അവരെ എതിർത്തത്. ആ നീല പുസ്തകം മുജാഹിദ് പ്രസ്ഥാനത്തിൽ വലിയ ഒരു വിഭാഗം പുറത്തേക്ക് പോകാൻ കാരണമായി തീർന്ന ജംഇയ്യത്തിന്റെ തീരുമാനത്തിന് എതിരെ ഇറക്കിയിട്ടുള്ള നീല പുസ്തകം, ആ നീല പുസ്തകത്തിന് സമാനമാണ് മഞ്ഞ പുസ്തകം എന്ന് KJUവിന്റെ തീരുമാനം പറഞ്ഞത് ഹനീഫ് കായക്കൊടിയാണ്. കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് സംസാരിച്ചപ്പോൾ മഞ്ഞ പുസ്തകത്തെ പറ്റി ഇല്ല, ആ മഞ്ഞ പുസ്തകത്തിന്റെ കർത്താവായ KKPയെ പറ്റി ഇല്ല, അതിന്റെ സഹായികളായവരെ കുറിച്ച് ഇല്ല. എന്തേ? 28/10/2011 കേവലം ഒരു വർഷം മുമ്പ് മാത്രം KJU പറയുകയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചൊരു ഗൂഢസംഘത്തിലുണ്ട്. ആ ഗൂഢസംഘത്തെ കുറിച്ച് അവരിറക്കിയ ശബാബ് പ്രശംസിച്ച മഞ്ഞ പുസ്തകത്തെ പറ്റി എന്തേ ഒരക്ഷരം എന്ന് പറയാതെ പോയത് എന്ന് ചിന്തിച്ചു പോകുമ്പോ ഈ സംസാരിക്കുന്ന എന്നോട് കല്ല് കടിച്ചു പിടിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. സഹോദരങ്ങളെ, ഈ തരത്തിൽ തികച്ചും അന്യായമായ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ എന്താണ് ഇവിടെ? ജിന്ന് ചികിത്സ നടക്കുന്നു, ജിന്ന് ചികിത്സയിലേക്കാണ് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, ഇന്നൊരു സഹോദരനെ ഒരു ഹോസ്റ്റലിൽ പണിയെടുക്കുന്ന, ഒരു സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ഒരു സഹോദരനെ ഇന്ന് കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് വിളിച്ചത് മാനസിക രോഗി എന്നാണ്. എടക്കരയിൽ വെച്ച് തന്റെ ശരീരത്തിലൊരു ഉറുക്കുണ്ടായിരുന്നു. ആ ഉറുക്ക് ഐക്കല്ല് അത് എന്താണെന്ന് ആ കുട്ടികൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന മറുപടി, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ പോകും, ആ സന്ദർഭത്തിൽ എന്റെ അസുഖം മാറും. കുട്ടികൾ പറഞ്ഞു ഇത് ശരിയല്ല. കാരണം അവരുടെ കയ്യിൽ KJUവിന്റെ പേരിൽ ഇറക്കിയ പുസ്തകമുണ്ട്, ജിന്ന്, അതേപോലെ തന്നെ പിശാജ്, റുഖ്യ ശർഇയ്യ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. അവരുടെ കയ്യിൽ PN അബ്ദുൽ ലത്തീഫ് മദനിയുടെ നേതൃത്വത്തിൽ 10 പണ്ഡിതന്മാരിൽ മൂന്നാമതായി അബ്ദുറഹ്മാൻ സലഫിയും നാലാമതായി സക്കരിയ സുലാഹിയും ഒപ്പുവെച്ച KJU 5/10/2011 KNMന്റെ സംസ്ഥാന കൗൺസിലിൽ വെച്ച് ഒരു ഹർഫ് പോലും KJUവിനെതിരെ ഇല്ല എന്ന് അബ്ദുറഹ്മാൻ സലഫി പ്രഖ്യാപിച്ച, എന്നാൽ പുതിയ ചാരൻ പറയുന്നത് അത് KJUവിന് അംഗീകരിക്കാൻ പറ്റുന്ന തീരുമാനമല്ല എന്നാണ്. അത് വേറെ നമുക്ക് ചർച്ച ചെയ്യാം. ആ തീരുമാനത്തിലുണ്ട് ജിന്നുബാധയുണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാകാം. ആ സന്ദർഭങ്ങളിൽ സാധാരണ ചികിത്സയോടൊപ്പം റുഖ്യ ശർഇയ്യ ചെയ്യാവുന്നതാണ്. ഈ അബ്ദുറഹ്മാൻ സലഫി ഒപ്പിട്ട തീരുമാനം വായിച്ച കുട്ടികൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ക്ഷേത്രത്തിൽ പോകേണ്ടതില്ല, ഇത് നിങ്ങളെ പിശാച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏർപ്പാടാണ്. ആ ഉറുക്ക് കടിച്ച് ആ കുട്ടികൾ അദ്ദേഹത്തിന് ഖുർആൻ ഓതി കൊടുത്തു. അതെ, KM മൗലവി പറഞ്ഞ ചികിത്സ എന്താ? KNMന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് പറഞ്ഞത് ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങള്, വിശേഷണങ്ങൾ, റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മാരണമോ പിശാചുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ചികിത്സിക്കുന്നത് കൊണ്ട് ദോഷമില്ല. KJUവിന്റെ പ്രസിഡന്റ് ചെയ്ത കാര്യമാണ്. ക്ഷേത്രത്തിലേക്ക് നീങ്ങിയ ഒരാളെ പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ കുട്ടികൾ ചെയ്തത്. അത് വർത്തമാനമെടുത്ത് ആഘോഷിച്ചു. വർത്തമാനം ആഘോഷിച്ചത് മടവൂർ വിഭാഗത്തിന്റെ വർത്തമാനം പറഞ്ഞത് അങ്ങനെ തന്നെ MM അക്ബർ സാഹിബ് പോലും ഇന്ന് ആ കോഴിക്കോട്ടെ വേദിയിൽ വെച്ച് സൂചിപ്പിച്ചു എന്ന് പറയുമ്പോൾ എവിടെ എത്തി സഹോദര? എന്തൊരു ചേഞ്ച് അക്ബർ സാഹിബ്, എന്തൊരു ചേഞ്ചാണ് ഇന്ന് കണ്ടത്. TP അത് തന്നെ നമ്മുടെ അഡ്വോക്കിന്റെ പുതിയ ഭാരവാഹിയും അങ്ങനെ തന്നെ ഇത് ഏറ്റുപറയുന്നു. എന്നിട്ട് ആ മനുഷ്യൻ വേദിയിൽ വന്ന് അദ്ദേഹത്തെ വെച്ച് ആക്ഷേപം പറയുമ്പോൾ, സഹോദരങ്ങളെ, ഇന്നതാണ് സംഭവം. ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളായിരുന്നു, റുഖിയ ശർഇയ്യ ചെയ്തെനിക്കിത് സുഖമായി എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി അവിടെ വെച്ച് അഡ്വോക്കിന്റെ അബ്ദുറഹ്മാൻ സലഫി നിശ്ചയിച്ച ഭാരവാഹി പറയുകയാണ്, മാനസിക രോഗികളെ സ്റ്റേജിൽ കൊണ്ടുവരുന്നു. അപ്പോൾ സ്റ്റേജിൽ വന്ന് സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞത് വലിയ അടിയായി പോയി എന്നർത്ഥം. പിന്നീട് അഡ്വോക്കിന്റെ പുതിയ ഭാരവാഹിയുടെ പരാതി, ISMന്റെ തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും സുതാര്യമായി നടത്തിയിട്ടുണ്ടോ? അത് ചോദിക്കേണ്ടത് TPയോടാണ്, അത് ചോദിക്കേണ്ടത് AP യോടാണ്.
തെരഞ്ഞെടുപ്പുകൾ അവർ നിയന്ത്രിച്ചിട്ടുണ്ട് ആദ്യ സന്ദർഭങ്ങളിൽ. പിന്നീട് അത് ഏറ്റെടുത്തത്, ആ കാര്യം പിന്നീട് ചെയ്തത് കഴിഞ്ഞ കൗൺസിലാണല്ലോ സഹോദരന് ഈ ഒരു പരാമർശം നടത്താൻ കാരണമായി തീർന്നത്. എങ്കിൽ അറിയുക, ആ കോഴിക്കോട് വെച്ച് CD ടവറിൽ വെച്ച് നടന്ന ആ കൗൺസിലിൽ അതിൽ നേതൃത്വം നൽകുന്നതിന് വേണ്ടി KNM കത്ത് കൊടുത്തിട്ടുണ്ട്, TP സംസാരിച്ചിട്ടുണ്ട്, അതിൽ പറപ്പൂര് പങ്കെടുത്തിട്ടുണ്ട്, അതിൽ നൂർഷാ സാഹിബ് പങ്കെടുത്തിട്ടുണ്ട്, പാലത്ത് അബ്ദുറഹിമാൻ മദനി പങ്കെടുത്തിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു MT അബ്ദുസ്സമദ് സുല്ലമിയും പങ്കെടുത്തിട്ടുണ്ട്. ഇവരൊക്കെ KNM സംസ്ഥാന ഭാരവാഹികളാ. അവരുടെ മുമ്പിൽ വെച്ച തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി പറഞ്ഞ സന്ദർഭത്തിൽ പാനലുകൾ ആവശ്യപ്പെട്ടു. അറിയണം, പാനലുകൾ ആവശ്യപ്പെട്ടു. ഒരൊറ്റ പാനൽ TK അഷ്റഫ് പ്രസിഡന്റും സജ്ജാദ് സെക്രട്ടറിയുമായി കൊണ്ട് നിശ്ചയിച്ച അഡ്ഹോക്കിന്റെ പ്രസിഡന്റായ ഇന്ന് ആക്ഷേപം ഉന്നയിച്ച സഹോദരനും ആ പാനലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ പാനൽ അവിടെ വെച്ച് വായിക്കുകയും 15 മിനിറ്റ് സമയം അനുവദിച്ചു. ഒരു പാനൽ പോലും തിരിച്ചില്ല. ഒരു പാനൽ പോലും പകരം അവതരിപ്പിച്ചിട്ടില്ല. അല്ലാഹു അക്ബർ പറഞ്ഞ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹം ചോദിക്കുന്നത്, മൂന്നാമതൊരു സംഘടന ഉണ്ടാക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ ഇവർ അപ്പുറത്തായിരുന്നുവെങ്കിൽ എന്ത് നടക്കുമായിരുന്നു എന്ന് ഇന്ന് നമ്മുടെ സഹോദരൻ സ്വലാഹി പ്രഖ്യാപിച്ചു. മൂന്നാമതൊരു സംഘടന ഉണ്ടാക്കുകയല്ലേ വേണ്ടിയിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശിർക്ക് പ്രചാരകരായ ആളുകൾ എന്നാണ് അദ്ദേഹം ഇന്ന് മുജാഹിദുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അബ്ദുറഹ്മാൻ സലഫി നിശ്ചയിച്ച വിദ്യാർത്ഥി വിഭാഗത്തിന്റെ അഡ്ഹോക്കിന്റെ ഭാരവാഹി പറയുന്നത്, അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, അബ്ദുറഹ്മാൻ സലഫി നിശ്ചയിച്ച അഡ്ഹോക്കിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ഭാരവാഹി ഇന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് കാര്യമൊന്നും തിരിഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാണ്, ഈ അടുത്ത സംഘടന നിന്ന് പുറത്തു പോയ ചിലർ, സഹോദര ആരാ പുറത്തു പോയത്? ചേകനൂര് പോയി, സമസ്ത പോയി, ജമാഅത്ത് പോയി, CN പോയി, മടവൂരികൾ പോയി. എന്നാൽ അബ്ദുറഹ്മാൻ സലഫി പോയി എന്ന് പറയേണ്ട സ്ഥാനത്ത് പോകുമെന്ന് കണ്ടപ്പോൾ അങ്ങനെ പോകേണ്ട ഘട്ടത്തിൽ ആദർശമുള്ളവരെ പുറത്താക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പുറത്തു പോയി എന്ന പദപ്രയോഗം ഒരു വലിയ സമ്മേളനത്തിൽ കളവ് വിളിച്ചു പറയരുത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് MSMന്റെ ഭാരവാഹികൾ പണം കെട്ടു എന്നാണ്. ആര്? തന്നോടൊപ്പം വർഷങ്ങളോളം പ്രവർത്തിച്ച സഹപ്രവർത്തകനെ കുറിച്ചായി പറയുന്നത് ലക്ഷങ്ങൾ കെട്ടു എന്ന്. താജുദ്ദീൻ സുലാഹിയും ഡോക്ടർ ഷഹീറും MSMന്റെ പണം ആവശ്യമുള്ളവരല്ല. രണ്ടുപേർക്കും മാന്യമായ ജോലിയുണ്ട്, ശമ്പളവുമുണ്ട്, പണിയില്ലാതെ നടക്കുന്നവരല്ല അവർ. അതേ സന്ദർഭത്തിൽ MSMന്റെ പണം അവർ ബാങ്കിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല, എടുത്തിട്ടുണ്ട്. കാരണം മുമ്പ് ഹുസൈൻ മടവൂർ സാഹിബ് ചെയ്തതുപോലെ അനാഥ കുട്ടികൾക്കുള്ള പണം അങ്ങ് ബാങ്കിൽ പോയി ബ്ലോക്ക് ചെയ്ത അവസരം ഓർക്കുന്നില്ലേ? ഇതുപോലെ MSM തെരഞ്ഞെടുത്ത മിടുക്കന്മാരായ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമില്ലാതായി തീർന്ന PN അബ്ദുൽ ലത്തീഫ് മദനി ഞെങ്ങി ഞെരങ്ങി വിയർപ്പ് സഹിച്ച് അവിടെയും ഇവിടെയും പോയി കത്തുകൊടുത്ത് തന്റെ ജോലിക്കിടയിലെ സമയം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹുവേ നീ പ്രതിഫലം നൽകണമേ. അദ്ദേഹത്തെ പോലെയുള്ള ഗൾഫിലെ സെന്ററുകളിൽ നിന്ന് സഹായിച്ച് അയച്ചു കൊടുത്തിട്ടുള്ള ആ സംഖ്യ ഈ ആളുകൾ ബ്ലോക്ക് ചെയ്യുമെന്നറിയാം. അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി നട്ടപ്പാതിരക്ക് എഴുന്നേറ്റ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കാർ എടുത്ത് CD ടവറിൽ വന്ന് കത്തെഴുതുകയാണ്, പണം ആർക്കും കൊടുക്കരുത്. അബ്ദുറഹ്മാൻ സലഫി വളവ് പഠിക്കുമ്പോ MSMകാർ ഉറങ്ങുകയായിരുന്നില്ല. MSMകാർക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാം. അങ്ങനെ MSM പ്രവർത്തകർ അതിരാവിലെ തന്നെ ബാങ്കിൽ പോയി ആ പണം എടുത്തു. തൊട്ടടുത്ത ഞായറാഴ്ച അർഹരായ ആളുകൾക്ക് അത് കൊടുത്തു വൗച്ചർ വാങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെത്രയോ സ്ഥലത്ത് സഹോദരൻ താജുദ്ദീൻ സ്വലാഹി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും ഇന്ന് പറയുകയാണ്, വേദിയിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫി നിശ്ചയിച്ച അഡ്ഹോക്കിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ പ്രതിനിധി പറയുകയാണ് MSM പണം കെട്ടു എന്ന്. ബഹുമാന്യനായ KV അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് ഇന്ന് അവസരം കിട്ടേണ്ടത് തന്നെ. അതെ, KJU സിഹ്റ് പലിക്കും സിഹ്റിൽ ഹഖീഖത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ച, അങ്ങ് കാസർഗോഡ് പോയി അതിനെ പരിഹസിച്ച,
അതേപോലെ തന്നെ അനസ് മുസ്ലിയാർ നേരത്തെ ജിന്ന് രോഗമുണ്ടാക്കും എന്ന KJUവിന്റെ തീരുമാനം പറഞ്ഞപ്പോൾ അതിനെ SLRC ക്ലാസ്സിൽ വെച്ച് പരിഹസിച്ച, KJU തീരുമാനത്തെ പരിഹസിച്ച KV അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് ഇന്ന് വേദി കിട്ടി. അങ്ങനെ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം ഇന്ന് സംസാരിച്ചത് നീതിബോധത്തിന്റെ കാര്യമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നീതിബോധത്തെ കുറിച്ചാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ആ നീതിബോധം അല്പമുണ്ടായിരുന്നുവെങ്കിൽ ഒരു 50 പൈസയുടെ കാർഡ് പോലും അയക്കാതെ ISMനെ അതിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ മാത്രമല്ല, ഭാരവാഹികളെ മാത്രമല്ല, എക്സിക്യൂട്ടീവിനെ മാത്രമല്ല, കൗൺസിലിന് മാത്രമല്ല, ജില്ലാ കമ്മിറ്റികളെ മാത്രമല്ല, മണ്ഡലം മേഖലാ കമ്മിറ്റികളെ മാത്രമല്ല, ശാഖാ കമ്മിറ്റികളെ മാത്രമല്ല, ആയിരക്കണക്കിന് പ്രവർത്തകരെയാണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത്. ഇത് നീതിയാണോ? KV, നിങ്ങൾ ആരോടാണ് ഈ നീതിബോധം പറയുന്നത്? സ്റ്റേജിലുള്ളവരാണ് ആ പ്രസംഗം കേൾക്കേണ്ടത്. MSMന്റെ കുട്ടികളെ ഫ്രീസ് ചെയ്ത് ദഅവത്തിന് ഫ്രീസ് ചെയ്യലുണ്ടോ? സാധ്യമല്ല. ദഅവത്തിനെ ഫ്രീസ് ചെയ്യാൻ സാധ്യമല്ല. ഫ്രീസ് ചെയ്താൽ ഞങ്ങൾ ദഅവത്ത് നടത്തും എന്ന് പറയുന്നത് ധിക്കാരമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കലാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല MM അക്ബർ സാഹിബ്, അദ്ദേഹത്തിന് ഇന്ന് പറയാനുള്ളത്, മുമ്പ് കൂട്ട ബാങ്കുണ്ടായിരുന്നു അത്രേ പിശാചിനെ ഓടിക്കാൻ. അതിന് സമാനമായ കാര്യങ്ങൾ ഇന്ന് വരുന്നു എന്ന് അക്ബർ സാഹിബ് പറയണം. എന്താണത്? എന്താണ് അന്ധവിശ്വാസം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്? അത് കൃത്യമായി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. പ്രാകൃതമായ കാര്യങ്ങൾ എന്നുകൂടി അക്ബർ സാഹിബ് ചേർത്തിരിക്കുന്നു. അപ്പോൾ എന്താണ് ആ കാര്യങ്ങൾ? പ്രാകൃതത്വങ്ങളുടെ വക്താക്കളായ അനുയായികൾ മാറി. ഈ പ്രാകൃതമായ എന്താചാരമാണ്? ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കും എന്ന KJUവിന്റെ തീരുമാനം പ്രാകൃതമാണോ? എങ്കിൽ KJUവിനോടാണ് ഇത് പറയേണ്ടത്. അതേപോലെ തന്നെ സിഹ്റു ഫലിക്കും, റസൂലുള്ളാഹിക്ക് സിഹ്റു ഫലിച്ചിട്ടുണ്ട് എന്നത് പ്രാകൃതമാണോ? എങ്കിൽ KJUവിനോടാണ് ഇത് പറയേണ്ടത്. മാത്രമല്ല റുഖ്യ ശറയ്യ എന്നതൊരു പുസ്തകത്തിന്റെ പേരാ. അത് നടത്തുന്നതാണോ പ്രാകൃതം? എങ്കിൽ അവരോടാണിത് പറയേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഖുർആനിനോ ഹദീസിനോ എതിരായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പറയുക. എന്നാൽ മുജാഹിദുകൾക്ക് പറയാൻ സാധിക്കും, അങ്ങ് പറഞ്ഞിട്ടുണ്ട്, ഖുർആനിനെതിരായി ഹദീസിനെതിരായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പടപ്പുകളാണ് ജിന്നുകളും മലക്കുകളും. അവർ ഹാജരാകുന്ന കാര്യം ഖുർആനും ഹദീസും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ആ 2 സൃഷ്ടികളോട് താരതമ്യം ചെയ്ത് ഹൈന്ദവർ ആരാധിക്കുന്ന സങ്കല്പമായ വിഷ്ണുവിനെ ചേർത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രമാണങ്ങൾക്കെതിരാണ്. അത് മറച്ചുവെക്കാനാണോ ഈ തരത്തിലുള്ള പദപ്രയോഗങ്ങൾ പ്രയോഗിക്കുന്നത്? അതിനെതിരിൽ പ്രതികരണം വന്നപ്പോൾ ഒരു ബിനാമിയെ നിശ്ചയിച്ച് 6 പേജ് മറുപടി എഴുതിക്കേണ്ടി വന്നു. പക്ഷേ മറുപടി ആയില്ല അക്ബർ സാഹിബ്. അങ്ങ് മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുന്നതിനെ സഹായിക്കുന്നവരാണ് മുജാഹിദുകൾ. അങ്ങ് പറഞ്ഞു ഞാൻ വിഷയം പഠിച്ചിട്ടില്ല എന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായി? പെട്ടെന്ന് നിങ്ങൾ വിഷയം പഠിച്ചു, എന്നിട്ട് ശിർക്കാരോപകരോടൊപ്പം ചേർന്നു ഇല്ലേ? കൃത്യം പറഞ്ഞു അബ്ദുറഹ്മാൻ സലഫി ഈ പ്രസ്ഥാനത്തിനൊരു പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഞാൻ ഉണ്ടാവില്ല എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് അങ്ങ് ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലക്ഷങ്ങൾ വാങ്ങി അത് കുടുംബത്തിൽ ചെലവഴിച്ചു എന്നാണ് കുവൈത്തിലെ ഇസ്ലാഹി പ്രവർത്തകരെ കുറിച്ച് ഒരു ആലപ്പുഴക്കാരൻ സഹോദരൻ ഇന്നവിടെ പറഞ്ഞത്. സഹോദര, തെളിയിക്കണം. ഇതൊരു ചെറിയ വെല്ലുവിളിയാണെന്ന് കരുതിക്കോളൂ. മുജാഹിദ് സമ്മേളനത്തിന് വേണ്ടി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു സംരംഭത്തിന് വേണ്ടി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിയിട്ടുള്ള 5 പൈസ PN അബ്ദുൽ ലത്തീഫ് മദനി തന്റെ വ്യക്തിപരമായ കാര്യത്തിന്, കുടുംബത്തിന്റെ കാര്യത്തിന് ചെലവഴിച്ചതായി കാണിച്ചു തരാമോ എന്ന് PN-നോട് ചോദിക്കാതെ വെല്ലുവിളിക്കാൻ കേരളത്തിലെ മുജാഹിദുകൾക്ക് സാധിക്കും. ആ തരത്തിൽ കൃത്യവും വ്യക്തവുമാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിംഗ് എന്ന് കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ഭാരവാഹികൾ തന്നെ പറഞ്ഞത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇന്ന് എന്തിനായിരുന്നു ഈ വേദി കെട്ടിയത്? എന്തിനായിരുന്നു സഹോദരങ്ങളെ ഈ തരത്തിലുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ പറയാനായിരുന്നു? തീർന്നില്ല. ബഹുമാന്യനായ KP ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്ന തരത്തിലൊരു കരാറിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടപ്പോൾ KP സമ്മതിച്ചില്ല. അത്രയും ആദർശ രംഗത്ത് കൃത്യമായിരുന്നു KP. ആ KPയുടെ അനുയായികളാണ് ഞങ്ങൾ എന്നാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. എങ്കിൽ കോഴിക്കോട്ട് ഈ കഴിഞ്ഞ
കോക്കസ് കയ്യിലെടുത്ത ഹൈജാക്ക് ചെയ്ത മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ ഓ അബ്ദുള്ള പങ്കെടുത്തു, ഓ അബ്ദുറഹ്മാൻ പങ്കെടുത്തു. ഈ രണ്ടുപേരും ക്ഷണിതാക്കളായിരുന്നു പറയണം. അപ്പോൾ അന്ന് ജമാഅത്തിന്റെ നേതാക്കന്മാരെ പങ്കെടുപ്പിക്കാൻ KP സമ്മതിച്ചില്ല. ഇപ്പോഴോ? അപ്പോൾ KPയുടെ അനുയായികൾ KPയുടെ നിലപാട് പുലർത്തുന്നവരാണോ? അപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ലാത്ത ജമാഅത്തുകാർക്ക് ഈ സമ്മേളനത്തിൽ വേദി നൽകി. എന്നാൽ ആ സമ്മേളനത്തിന്റെ മീഡിയ വിഭാഗം ഭംഗിയായി കൈകാര്യം ചെയ്ത സജ്ജാദിന് വേദി നിഷേധിച്ചു. PK ഷഹീദ് മുജാഹിദ് പ്രസ്ഥാനത്തിന് എപ്പോഴും സാമ്പത്തികമായും മറ്റും സഹായിച്ചിട്ടുള്ള എലാങ്കോട് കുടുംബത്തിൽ നിന്നുള്ള PK ഷഹീദ്, അദ്ദേഹം അസുഖമായിട്ട് പോലും യുവജന സമ്മേളനത്തിന് വേണ്ടി അവിടെ വന്നു. പക്ഷേ യുവജന സമ്മേളനം അനൗൺസ് ചെയ്തില്ല. എന്നിട്ട് നേരെ അവരെ രണ്ടുപേരെയും മാറ്റി നിർത്തി ജമാഅത്ത് നേതാവ് സമയത്തിൽ കൊടുത്തു. സഹോദര, ഇത് കേൾക്കുമ്പോൾ എന്നോട് വിയോജിപ്പുള്ളവർ തല്ല് കടിച്ചു പിടിച്ച് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഈ കാര്യം ശരിയാണോ തെറ്റാണോ, ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. അന്ധവിശ്വാസത്തിന്റെ നേതാക്കന്മാരെ എന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ പറ്റി ഇന്നവിടെ പറഞ്ഞിട്ടുള്ളത്. ആണോ? എങ്കിൽ പറഞ്ഞു തരണം, എന്താണ് അന്ധവിശ്വാസം? അത് പറയും. മടവൂർ വിഭാഗം പറഞ്ഞിട്ടുണ്ട്, ജിന്നുവാദ അന്ധവിശ്വാസമാണ്, സിഹ്റുവാദ അന്ധവിശ്വാസമാണ്. എങ്കിൽ അത് നിങ്ങളും ഉറന്നേകേണ്ടത്, അല്ലെങ്കിൽ ഇന്നതാണെന്ന് വ്യക്തമായി പറയണം. ജിന്ന് ചികിത്സ ഇല്ലെന്നാണോ? എങ്കിൽ ജിന്ന് ചികിത്സ ഉണ്ട് എന്ന് KM മൗലവി ഫത്വ നൽകിയതോ? അതേ കാര്യം തന്നെ വ്യക്തമായി കൃത്യമായി അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെ തന്നെ സക്കരിയ സുലാഹിയും ഒപ്പിട്ടതോ? അപ്പോൾ ജിന്ന് ചികിത്സയുടെ പേരിലുള്ള അന്ധവിശ്വാസത്തെയാണ് നാം എതിർത്തത്. സിഹറിന്റെ പേരിലുള്ള അന്ധവിശ്വാസത്തെയാണ് നാം എതിർത്തത്. സിഹർ ഇല്ലെന്നല്ല നമ്മൾ പറഞ്ഞത്, ജിന്നുബാധ ഇല്ല എന്നല്ല നമ്മൾ പറഞ്ഞത്. ഈ അബ്ദുറഹ്മാൻ സലഫി അവിടെ പറഞ്ഞത് 25 നടപടിക്രമങ്ങൾ ISM-നെതിരെ MSM-നെതിരെ എടുത്തിട്ടുണ്ട്. അതേ, മൂപ്പരുടെ ഫയല് പൂർത്തിയായിട്ടുണ്ട്. ഒരു 50 പൈസയുടെ കാർഡ് പോലും അയക്കാതെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമുക്കത് കേൾക്കുകയും ചെയ്യാം. സഹോദരങ്ങളെ, ഇന്ന് കോഴിക്കോട്ട് നടന്നിട്ടുള്ള ആ പരിപാടി വിഷമത്തോടുകൂടി സങ്കടത്തോടുകൂടി അല്ലാതെ ആളുകൾക്ക് കേട്ടിരിക്കാൻ സാധിക്കാത്ത തരത്തിൽ വ്യക്തിവിദ്വേഷവും വ്യക്തിഹത്യവും പരിഹാസവും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് കൃത്യമായി വ്യക്തമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. വിട്ടുപോയ പല കാര്യങ്ങളും ഉണ്ടാകും. ആ കാര്യങ്ങൾ ഈ കാത്തു നിൽക്കുന്ന മറ്റു സഹോദരങ്ങൾ പൂർത്തിയാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാനൊരു കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അനസ് മുസ്ലിയാര് ഇന്ന് വേദിയിൽ വെച്ച് ധാരാളക്കണക്കിന് തൗഹീദിന്റെ ആയത്തുകൾ ഓതി. എന്നിട്ട് തൗഹീദിന്റെ ആയത്തുകൾ ഓതിയിട്ട് അദ്ദേഹം പറയുന്നു, ജിന്നിനെ വിളിക്കാൻ ഇവിടെ തെളിവുണ്ടോ? ജിന്നിനെയാണോ വിളിക്കേണ്ടത്? ഇതേ കാര്യം ഇന്ന് അനസ് മുസ്ലിയാർ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടത്തിയ അതേ പ്രസംഗം വേറെ ചില ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട്, അതുകൊണ്ടാകാം ആ ആയത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക ആയത്തുകൾ തൗഹീദിന്റേത് അനസ് മൗലവി തെരഞ്ഞെടുത്തത്. ഈ ആയത്തുകൾ ഓതി ജിന്നിനെ വിളിക്കാൻ തെളിവുണ്ടോ എന്ന് അലി മദനി മൊറയൂർ ചോദിച്ചപ്പോൾ, കരിമ്പുലാക്കൽ ചോദിച്ചപ്പോൾ, അതേപോലെ തന്നെ അബ്ദുസലാം സുല്ലമി ചോദിച്ചപ്പോൾ നമ്മുടെ സഹോദരൻ അനസ് അന്ന് കൊടുത്ത മറുപടി, ഇന്നത്തെ തൗഹീദിന്റെ ആയത്തുകൾ ഓതി ശിർക്ക് ചെയ്യാത്ത മുജാഹിദുകളെ ശിർക്ക് ചെയ്യുന്നവരെന്ന് തോന്നിപ്പിക്കാൻ അനസ് മൗലവി ചെയ്ത പ്രവർത്തനത്തിന് അനസ് മൗലവി അന്ന് കൊടുത്ത മറുപടി, ഇന്നത്തെ പ്രസംഗത്തിന് അനസ് മൗലവിക്ക് ഒരു മറുപടി കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. അർത്ഥം പറയാണ്. അതുപോലെ തന്നെ തുടങ്ങിയ തൗഹീദിന്റെ ആയത്ത് മുഴുവൻ ഓതുക. അയാളുടെ പ്രസംഗം കേട്ടാ തോന്നാ എന്താന്നല്ലേ, ഏതോ ഖുറാഫിക്ക് മറുപടി പറയാമെന്ന് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുക എന്നതായിരുന്നു നിങ്ങളുടെ ദുരുദ്ദേശം, അല്ലാതെ ആയത്തോതി കൂലി വാങ്ങുക എന്നതായിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ഈ ഇടവണ്ണയിൽ വന്ന് കബളിപ്പിച്ചു പോകാമെന്ന് വിചാരിക്കണം മക്കള്. ഇത് എത്ര കുതന്ത്രം കണ്ടതാ.
എന്ത് ഇന്തുവാക്കും വലൂസബിവുമത്തജാബൂലക്കും യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. മുജാഹിദിൽ വിളിച്ചിട്ട് പറയാ എന്ത് ഇൻതദൂഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അതേ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല, ഇനി കേട്ടാൽ തന്നെ ഉത്തരം തരൂല. യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവിടെ വെച്ച് അല്ലാഹുവിന്റെ മുന്നിൽ അവർ നിഷേധിക്കുകയും ചെയ്യും എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയത്തോക അങ്ങനെ അലീമുല്ല ആയത്തോ നിർത്തി കഴിയുമ്പോ മറ്റാൾ എണീക്ക്. ഏത് നമ്മുടെ ഈ സാധനെ ഈ അഴുക്കിയാൽ എണീറ്റിട്ട് പറയാ എന്ത് കണ്ടോ എത്ര വിഷമകരമാണ് സാഹചര്യം. നമ്മുടെ ആളുകളോട് പോലും നമ്മൾ ഇത്രയും കാലം ഖുറാഫികളോട് ഓതിക്കൊടുത്തായി തോന്നിക്കൊടുക്കേണ്ട അവസ്ഥയല്ലേ നമുക്ക്. എന്ത് കഷ്ടപ്പാടായി പോയി. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം. അങ്ങനെങ്കിലും ആയത്തേക്ക് ഒന്ന് ഓർത്ത് വരട്ടെ. കുറെ കാലമായല്ലോ അത് മറന്നു കിടക്കുകയാണല്ലോ. കാര്യത്തിൽ മരം നട്ടു തീർന്നിട്ട് സമയമില്ല. കാര്യം മളവൂരികൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാര്യം വെച്ചാല് അവസാനം ഈ ജിന്നും പിശാചും ഒന്നും പിടുത്തം കിട്ടില്ല, എന്ത് ചെയ്യും, വല്ല മരത്തിലേക്ക് ഇരിക്കാം എന്ന് വിചാരിച്ച് നേരത്തെ തന്നെ മരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വെച്ചിട്ട് ഇവിടെ ഖുറാഫികൾ പോലും പേരോട് പോലും ഇതുപോലെ സദസ്സിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് മുജാഹിദുകൾ ആ ശിർക്കിലേക്ക് എന്ന് പറഞ്ഞ് പരിപാടി നടത്തുമ്പോ എന്താണ് മുജാഹിദുകൾക്കുണ്ടായ ശിർക്ക് എന്ന് അത് പ്രചരിപ്പിച്ച മടവൂരികളെ നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടോ, വളരെ വ്യക്തമായി പറയുകയാണ്. ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? ജിന്ന് മടവൂരികളിപ്പോ ചിരിക്കാൻ വലിയ കാത്തിരിപ്പുണ്ടാവും. പക്ഷെ ചിരിയൊന്നും വല്ല ആരെങ്കിലും അടുത്തൊരു നിൽക്കിട്ട് വിട്ടേക്കണം. മനസ്സിലായോ? വലിയ ചിരിയരുത് ഇതൊക്കെ പറയുമ്പോഴേ. ഇപ്പൊ വലിയ ചിരിയൊന്നും ഉണ്ടാവൂല നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നന്നായി നിക്കിലിട്ട് ചിരിച്ചോ. മലയാളം മനസ്സിലായിട്ടില്ല എങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു. എന്തേ? സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് പറഞ്ഞ ജിന്നിന് കഴിയുന്നു. ശരിക്കും ശരിക്ക് അതെന്താ ആ ജിന്നിന് കഴിയുന്നു എന്ന് പറഞ്ഞില്ലേ? അത് ശരിക്ക് ആയിക്കോട്ടെ. 1 2 അമാനോട് പറയണേ. അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നുവെന്ന് ഖുർആൻ സൂറത്ത് അറാഫിൽ പറയുന്നുണ്ട്. രക്തസഞ്ചാരമുള്ളയിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഒരു നബിവാക്യത്തിൽ നാം കണ്ടു കഴിഞ്ഞല്ലോ. മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഇടിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും. സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും. സലാഹിയല്ല, ശംസുദ്ദീൻ പാലത്തല്ല, അമാനി മൗലവി. എന്തേ രണ്ടായത്തോലിക്കൊടുക്ക് അമാനി മൗലവി പഠിക്കട്ടെ. രണ്ടായത്തോലിക്കൊടുക്ക് അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചിട്ട് നേരെ അർത്ഥം പറയാൻ പറ്റാത്തവന്മാരെ മതി. സഹോദരങ്ങളെ, അനസ് മൗലവി കിട്ടും. അതെ, തൗഹീദിന്റെ ആയത്തുകൾ ഓതി മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ മടവൂർ വിഭാഗം സംസാരിച്ചപ്പോൾ മറുപടി കൊടുത്ത അനസ് മൗലവി, ആ അനസ് മൗലവി ഇന്ന് എന്താണോ അവർ ചെയ്തത് അതേ കാര്യം കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് പറയുകയാണ്. ഇക്ലിട്ട് കൊടുത്തില്ലേ ആലപ്പുഴക്കാരന്? ഇക്ലിട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പുറത്തുള്ള ആൾക്ക് ഇക്ലിട്ട് കൊടുത്താൽ മതിയായിരുന്നു അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണ് ഇവിടുത്തെ അവസ്ഥ? ബഹുമാന്യനായ എന്റെ സഹോദരൻ അനസ് മൗലവി എവിടെ എത്തിച്ചേർന്നു? നമുക്കറിയാം, ഇന്ന് കടപ്പുറത്ത് പോലും അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, മഴയില്ലാതെ ആളുകൾ വിഷമിക്കുകയാണ്, മഴയില്ലാതെ ആളുകൾ വിഷമിക്കുകയാണ്. അതുകൊണ്ട് മഴയുടെ സാഹചര്യമുണ്ട്, ചുറ്റുഭാഗങ്ങളിലേക്ക് മഴ പെയ്യിപ്പിക്കണേ എന്ന് ഇന്ന് അബ്ദുറഹ്മാൻ സലഫി പ്രാർത്ഥിച്ചുവല്ലോ. എങ്കിൽ ISM കേരളത്തിലുടനീളം ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. മഴയില്ലാതെ പ്രയാസപ്പെടുന്നത് കൊണ്ട്, വെള്ളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉള്ള പ്രയാസങ്ങൾ, വരൾച്ച ഉള്ളത് കൊണ്ട് തന്നെ കഴിയുന്ന സ്ഥലങ്ങളിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സംഘടിപ്പിക്കണം. അങ്ങനെ അബ്ദുൽ ഹഖ് സുലമിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഒട്ടേറെ സ്ഥലങ്ങളിൽ, മലപ്പുറം ജില്ലയിലും രാവിലെ കണ്ണൂരിൽ പല സ്ഥലങ്ങളിലും മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം സംഘടിപ്പിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത്
പ്രാവർത്തികമാക്കേണ്ട സന്ദർഭമുണ്ടായപ്പോൾ ഈ സംഘടനയിൽ പ്രശ്നമാണല്ലോ എന്ന് നോക്കി നിന്നില്ല. ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഏതുപോലെ സംഘടനാ പ്രശ്നം തുടങ്ങി സക്കരിയ സ്വലാഹിയുടെ വായ മൂടിക്കെട്ടി ആ തരത്തിലുള്ള പ്രചാരണം നടന്നുകൊണ്ടിരുന്ന അദ്ദേഹം പുറത്തിറങ്ങിയ ഉടനെ പേരോടും കാന്തപുരവും മലപ്പുറത്ത് വന്ന് ശിർക്ക് പ്രസംഗിച്ചു. കോഴിക്കോട്ട് അഹ്സനി വന്ന് ശിർക്ക് പ്രസംഗിച്ചു. CD ടവറിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കയറിക്കൊണ്ടിരിക്കുന്ന അബ്ദുറഹ്മാൻ സലഫിക്ക് ശിർക്കിന് മറുപടി പറയാൻ സമയമില്ല. അനസ് മുസ്ലിയാർക്ക് സമയമില്ല. കായക്കൊടിക്ക് സമയമില്ല. ആർക്കും വേണ്ടാതെ നിങ്ങൾ മാറ്റി നിർത്തിയത് നിങ്ങൾ പറയുന്ന കേരളത്തിന്റെ തൗഹീദി പ്രഭാഷകൻ സക്കരിയ സ്വലാഹി തന്നെ വേണ്ടി വന്നു കോഴിക്കോട്ട് നൗഷാദ് അഹ്സനിക്ക് മറുപടി പറയാൻ. മലപ്പുറത്ത് പേരോടിനും അതുപോലെ തന്നെ അതേപോലെ കാന്തപുരത്തിനും മറുപടി പറയാൻ. ഇന്നിതാ ഈ മഴയുടെ പ്രയാസമുണ്ടായ സന്ദർഭത്തിൽ കേരളത്തിലുടനീളം മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം സംഘടിപ്പിക്കുമ്പോൾ ബഹുമാന്യനായ അനസ് മുസ്ലിയാർ പറയുകയാണ്, നിങ്ങൾ മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുന്നത് അങ്ങനെ വെള്ളം കിട്ടിയിട്ട് നിങ്ങൾക്ക് മന്ത്രിക്കാനാണോ, ജിന്ന് ചികിത്സ നടത്താനാണോ എന്ന്. സഹോദര, ആരെക്കുറിച്ചായി പറയുന്നത്? എന്തിനെ കുറിച്ചായി പറയുന്നത്? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നടപ്പാക്കേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്ന് ഇന്ന് സമ്മേളന വേദിയിൽ വെച്ച് ഈ പ്രവർത്തനങ്ങളുടെ സൂത്രധാരൻ പോലും പ്രഖ്യാപിച്ചില്ലേ? ആ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തെ കുറിച്ചാണ് പരിഹസിച്ചത്. മറന്നു പോകരുത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സഹോദരങ്ങളെ, അല്പസമയം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ വേദിയിൽ വെച്ച് വളരെ മോശമായി വ്യക്തിഹത്യ ചെയ്തതെല്ലാം ശരിയും ഞാൻ ഈ ബൈലക്സിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത് തെറ്റും എന്ന രൂപത്തിലാണ് ഇനി കോക്കസുകാരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാവുക എന്നറിയാം. നിങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയല്ല, മറിച്ച് ചില സത്യങ്ങള് ഈ ഇന്റർനെറ്റിലെ ലോകത്ത് ലെറ്റർ കയ്യിലില്ലെങ്കിലും സീല് കയ്യിലില്ലെങ്കിലും ആദർശം പറയാൻ ഒട്ടേറെ സംവിധാനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നിട്ടുണ്ട്. ആ സംവിധാനത്തെ ഉപയോഗിച്ചു എന്ന് മാത്രം. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഇന്ന് കടപ്പുറത്ത് വെച്ച് വളരെ വിഷമകരമായ രൂപത്തിൽ സംസാരിച്ച് ദീനീ രംഗത്തെ വഷളാക്കുന്ന വികൃതമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അവർക്ക് നീ നല്ല ബുദ്ധി നൽകണമേ അല്ലാഹുവേ. അവർക്ക് ഈ ആദർശത്തിന്റെ മഹിമ മനസ്സിലാക്കാനുള്ള കഴിവ് നീ നൽകണമേ. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന വ്യക്തി പോലും ശിർക്കാരോപണവുമായിട്ടാണ് നാഥ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഇന്നും അദ്ദേഹം ആ കാര്യം പ്രഖ്യാപിച്ചു. അല്ലാഹുവേ, അദ്ദേഹത്തിന് അതിൽ തിരുത്തൽ വരുത്താൻ നീ തൗഫീക്ക് നൽകണമേ അല്ലാഹുവേ. ഞങ്ങളോട് വിയോജിപ്പുള്ളവരും സ്വർഗമാർഗത്തിലേക്ക് എത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ നീ തൗഫീക്ക് നൽകണമേ അല്ലാഹുവേ. പകയും വിദ്വേഷവും ഒഴിവാക്കി ന്യായവും സത്യവും ധർമ്മവും കൈമുതലാക്കി തൗഹീദിന്റെ സുന്നത്തിന്റെ പ്രചാരണവുമായി മുന്നോട്ട് പോകാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ തൗഫീക്ക്, അവർക്ക് നീ ശിഫ നൽകണമേ അല്ലാഹുവേ. ഞങ്ങളുടെ സഹോദരൻ ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് കടപ്പുറത്ത് വെച്ച് പോലും പറഞ്ഞു. ആ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയുന്ന കാര്യത്തിൽ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയും ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കുതന്ത്രത്തെ തിരിച്ചറിയാൻ നീ നിഷ്പക്ഷമതികളായ ആളുകൾക്ക് തൗഫീക്ക് നൽകണമേ. അത് അസത്യത്തെ നീ വിജയിപ്പിക്കണമേ. ദുർബലരാണ് ഞങ്ങൾ, പക്ഷേ നിന്റെ തൗഹീദ് ഉയർത്തിപ്പിടിക്കുന്നതിൽ ഞങ്ങൾ മുന്നിൽ നിൽക്കും. നിന്റെ സഹായമുണ്ടെങ്കിൽ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കാവൽ ഞങ്ങൾക്കുണ്ടാകണമേ. നീ ഞങ്ങളെ കാത്താൽ ആർക്കും ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിന്റെ വേണ്ടുകയില്ലെങ്കിൽ ഞങ്ങൾ ഒന്നുമല്ല. അല്ലാഹുവേ, നിന്റെ തൗഹീദ് പ്രചരിപ്പിച്ച് നിന്റെ പ്രവാചകന്റെ സുന്നത്ത് പ്രചരിപ്പിച്ച് സ്വഹാബാക്കളുടെ മാർഗത്തിലൂടെ ഈ സമൂഹത്തെ നയിക്കുവാനും അടുത്ത തലമുറയെ വാർത്തെടുക്കാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. ഇന്ന് എടത്തനാട്ടുകരയിൽ, കോട്ടക്കലിൽ, അതുപോലെ തന്നെ കല്ലുടുമ്പിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ തൗഹീദി പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് പാടുപെട്ട് പടിയെടുത്തവരുണ്ട്, ആയിരങ്ങൾ ചെലവാക്കിയവരുണ്ട്, ഉറക്കമൊഴിച്ചവരുണ്ട്, അതിനുവേണ്ടി പ്രഭാഷണം നടത്തിയവരുണ്ട്. എല്ലാവർക്കും അല്ലാഹുവേ നീ ഉന്നതമായ പ്രതിഫലം നൽകണമേ. ഈ ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ ഈ ദഅ്വാ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന സേവനങ്ങൾ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും നീ ഉന്നതമായ പ്രതിഫലം നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.